ഹായ് വെൽക്കം ഓൾ. അപ്പോൾ GIB-12 നമ്മൾ എഴുതി കഴിഞ്ഞു. അതിൻ്റെ ഫിസിക്സിൻ്റെ ഡിസ്കഷനാണ്. യെസ്, ഞാൻ നേരിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ദാറ്റ് ദ വെക്ടർ എ മേക്സ് വിത്ത് വൈ ആക്സിസ്. എ മേക്സ് വിത്ത് വൈ ആക്സിസ്. അപ്പോൾ നോക്കൂ, വെക്ടർ എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2i + 3j. ദെൻ വെക്ടർ ബി ആയിട്ട് നമുക്ക് ആരെടുക്കാം? വൈ ആക്സിസുമായിട്ടല്ലേ. അപ്പോൾ വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടറിനെ കൺസിഡർ ചെയ്യാം. വെക്ടർ ബി ഈസ് ഈക്വൽ ടു വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് j ആക്കി എടുക്കാം. അപ്പോൾ j വെക്ടർ എയും തമ്മിലുള്ള ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുമല്ലോ. യെസ്, ദാറ്റ് ഈസ് a ഡോട്ട് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 2i ഡോട്ട് ഇവിടെ ഐ ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3j ഡോട്ട് j ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. യു നോ, മീൻസ് AB കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ആരാണ് എ ഈസ് റൂട്ട് ഓഫ് എയുടെ മാഗ്നിറ്റ്യൂഡ്, റൂട്ട് ഓഫ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 പ്ലസ് 3 സ്ക്വയർ 9 ഇൻറ്റു കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. or cos theta is equal to 3 divided by 3 square root 13 അല്ലേ? ഇങ്ങനെ ആൻസർ ഉണ്ടോ? ഇങ്ങനെ ആൻസർ ഇല്ല. ഓക്കെ, 3 cos 30. ഓക്കെ, നോ പ്രോബ്ലം. നോക്കൂ, ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എവിടെ, അപ്പോൾ കോസ് ഇത് ആൻസർ അല്ല എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. കോസിന്റെ ടേമിൽ ആൻസർ അല്ല എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആണ്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഇവിടെ. അതെന്താണെന്നറിയാം? ദാറ്റ് ഈസ്, നോക്കൂ, ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, ഇഫ് യു കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആൻഡ് ദിസ് ആംഗിൾ എസ് തീറ്റ, ഇത് തീറ്റ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൂട്ട് 13 കിട്ടണമെങ്കിൽ ഇയാൾ 2 ആവണ്ടേ? റെഡി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാക്കി ഒന്ന് ട്രൈ നോക്കാം. ബാക്കി എന്താ ട്രൈ ചെയ്യാൻ പറ്റുന്നത്? ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാലോ, ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് 2 ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ് 3, ഓർ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2/3. ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. റെഡി അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസ്പെക്റ്റീവ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഫോർ ദ നമ്പേഴ്സ്, ഓക്കെ, ഫോളോയിങ് നമ്പേഴ്സ്, ഫസ്റ്റ് വൺ, സെക്കൻഡ്, തേർഡ്. അപ്പൊ നോക്കൂ, ഫസ്റ്റിൽ എത്ര ഉള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നോക്കൂ, 1 2 3 4 5 5 ഉണ്ട്. കാരണം 0 ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റിൽ വരുന്ന സീറോസും സിഗ്നിഫിക്കൻ്റ് ആണെന്ന് അറിയാം. ഇവിടെ നോക്കൂ, ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതുകൊണ്ട് ഒരു നമ്പറിന്റെ ആദ്യത്തിൽ വരുന്ന സീറോസ് ഒരിക്കലും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പൊ അതിൽ 1. 2.1 എത്ര ഉള്ളത്? 2. കാരണം 10ന്റെ പവർ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് കണക്കാക്കൂല. അപ്പൊ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. സെറ്റ് അല്ലേ? യെസ്, അടുത്തതിലേക്ക് പോവാം. A vernier calipers having one main scale division equal to 0.1 centimeter is designed to have least count of 0.02 centimeter. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1 MSD minus 1 VSD. ഓക്കെ, ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ, നോക്കാം. ഇഫ് n be the number of divisions on vernier scale, again careful, n be the number of divisions on the vernier scale, okay, and m be the length of the vernier scale. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നും എമ്മും എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? നോക്കാം, നമുക്കറിയുന്ന ഇൻഫർമേഷനൊക്കെ വെച്ച് നോക്കാം. ഇവിടെ ലീസ്റ്റ് കൗണ്ട് നമുക്ക് തന്ന് 0.02 തന്നിട്ടുണ്ട് സെന്റിമീറ്റർ. 1 MSD ഈസ് 0.1 സെന്റിമീറ്റർ മൈനസ് 1 VSD. Therefore, VSD equal to what you will get? 0.1 minus 0.02. That is equal to 0.08 centimeter എന്ന് നമുക്ക് VSD കിട്ടും. അതുകൊണ്ട് കാര്യമുണ്ടോ? n be the number of divisions on the vernier scale and m the length of the vernier scale. കാര്യമുണ്ട്, ഇത് അതിൽ നിന്ന് കിട്ടും.
കാരണം നോക്കൂ, VSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ വെർണിയർ സ്കെയിലിന്റെ ആകെ എത്ര ലെങ്ത് ഉണ്ടോ അതിൽ ആകെ എത്ര ഡിവിഷൻസ് ഉണ്ടോ അതിന് ഒരു ഡിവിഷന്റെ വാല്യൂ ആണ് VSD എന്ന് പറഞ്ഞത്. അപ്പൊ നോക്കൂ, ഞാൻ ഇങ്ങനെ പറയാം, VSD വാല്യൂ ഇപ്പൊ നമുക്കറിയാം, പക്ഷെ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ VSD എങ്ങനെ എടുക്കുക, ടോട്ടൽ ലെങ്ത് ഓഫ് ദ വെർണിയർ സ്കെയിൽ ഡിവൈഡഡ് ബൈ അതിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ ഡിവിഷൻസ് ആകെ 1 സെന്റിമീറ്റർ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ പറയണേ, ആകെ 1 സെന്റിമീറ്റർ ആണ്, അതിനെ 10 ഡിവിഷൻ ആണ് ആക്കിയതെങ്കിൽ ഒരു പിന്നെ VSD എന്ന് പറഞ്ഞാൽ എത്രയും 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 10. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇവിടെ നോക്കൂ, VSDക്ക് നമുക്ക് പറയാം ദാറ്റ് ഈസ് VSD എന്ന് വെച്ചാൽ 1 VSD എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വെർണിയർ സ്കെയിൽ. അത് എത്ര ഇവിടെ പറഞ്ഞത്, MB ദ ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ്, അതാരാ, അത് N. ഇതിന്റെ വാല്യൂ നമുക്കറിയാടാ, 0.08 ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ N. ഇനി ബെറ്റർ ഏത്, ട്രയൽ ആൻഡ് എറർ അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ഏത് ഓപ്ഷൻ ആണ് ഇതിലേക്ക് ഫിറ്റ് ആവുന്നത് നോക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു ജനറൽ നോട്ട് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ട്. ഒരു ജനറൽ നോട്ടം, ഹാവ് എ ഗ്ലാൻസ് ഓൺ ഓൾ ദ ഓപ്ഷൻസ്, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കൂ, അപ്പൊ തന്നെ കിട്ടി. നോക്കൂ, കറക്റ്റ് അതല്ലേ സാധനം. നോക്ക്, 0.8 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0.08. അപ്പൊ ഇനൊന്നും നോക്കല്ല, മനസ്സിലാവണ്ടാ? റെഡി? ദാറ്റ് ഈസ് M ഡിവൈഡഡ് ബൈ N ഈസ് ഈക്വൽ ടു 0.8 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, therefore the right answer is option 3. ചെയ്ത് മനസ്സിലായോ? ഐഡിയ കിട്ടിയില്ലേ? ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ 1 MSD മൈനസ് 1 VSD, അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തതിലേക്ക് പോവാം. വേറെ ആൻസർ ഒന്നും റെഡി ആവില്ല കേട്ടാ, വേറെ ആൻസർ ഒന്നും റെഡി ആവില്ല. കാരണം അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 0.5 ഡിവൈഡഡ് ബൈ 10 എത്ര, 0.05. അത് നോക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ശരിയാണ് എന്ന് നമുക്ക് ഒരു നോട്ടം നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അടുത്തേക്ക് പോകാം. A particle moves along a straight line such that its position at any time t is given by position t തന്നിട്ടുണ്ട്. റെഡി? x equal to the displacement when the acceleration becomes 0. ഡിസ്പ്ലേസ്മെന്റ് when acceleration becomes 0. പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും, വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും, അതിനെ 0 ഇക്വേറ്റ് ചെയ്താൽ ആക്സലറേഷൻ 0 ആകുന്ന ടൈം കിട്ടും. അത് ഡിസ്പ്ലേസ്മെന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതില് ചില അബദ്ധങ്ങളൊക്കെ ചിലർക്ക് ചിലപ്പോൾ പറ്റിയേക്കാം. നോക്കാം. നോക്കൂ, എക്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ V is equal to dx by dt that is equal to 3t square minus 6t velocity t. Now acceleration എന്ന് പറഞ്ഞത് dv by dt that is equal to 6t minus 6. Now when a equal to 0 implies 6t minus 6 equal to 0 or t is equal to 6 by 6 equal to 1 second. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിലാണ് ആക്സലറേഷൻ 0 എന്ന്. ആ സമയത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദ്യം, വെലോസിറ്റി അല്ലേ, ഡിസ്പ്ലേസ്മെന്റ്. ഇത് പൊസിഷന്റെ ഇക്വേഷനാണ്. പൊസിഷന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനും കൂടി ആകുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ 0 ആണെങ്കിൽ. ഈ പോയിന്റ് ആയിരിക്കും പലർക്കും മിസ്സാവാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയുന്നത്. ഇവിടെ നോക്കൂ, t is equal to 0 കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്താ ശരിക്കും ഡിസ്പ്ലേസ്മെന്റ്? മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് അറ്റ് ടി is equal to t മൈനസ് എക്സ് അറ്റ് ടി is equal to 0 ആണല്ലോ. അതിൽ എക്സ് അറ്റ് ടി is equal to 0 കിട്ടാൻ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 3 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എങ്ങനെ ടി ഇല്ലാത്തൊരു ടേം ഇല്ലായിരുന്നെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ 0 ആകുമായിരുന്നു. അങ്ങനെ ആവുമ്പോൾ പൊസിഷന്റെ ഇക്വേഷൻ തന്നെ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ടേം ഉണ്ട്, അതുകൊണ്ട് ഇനീഷ്യൽ പൊസിഷൻ കാണുന്നത് നിർബന്ധമാണ്. ഓക്കെ, അത് എത്ര പേർക്ക് അത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, നൗ എക്സ് അറ്റ് ടി is equal to എത്രയാണ്? എക്സ് ശരിക്കും വേണ്ടതാണ് പൊസിഷൻ അറ്റ് ടി എ ഈക്വൽ ടു 0 ആണ്, വിച്ച് ഈസ് പൊസിഷൻ അറ്റ് ടി is equal to 1 second. ദാറ്റ് ഈസ് 1 cube minus 3 plus 3 that is equal to 1 meter. Okay, therefore displacement S is equal to 1 minus 3 that is equal to minus 2 meter. Answer undo? Yes, option 1 is the correct answer. Option 1 is correct.
മനസ്സിലായോ? സെറ്റല്ലേ? തെറ്റിച്ചോ? ചെറിയ മിസ്സിങ്, നല്ല ശ്രദ്ധ ഇല്ലെങ്കിൽ ഇവിടെ 1-2 മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നേരെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പലരും ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എന്നിട്ട് അതന്നെയാണ് ആൻസർ എന്ന് പറയും. അപ്പോൾ അവിടെ മിസ്സിങ് സംഭവിക്കും. അങ്ങനെയൊക്കെ അബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നോക്കാം. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാരില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് കുഴപ്പമില്ല. കാരണം ആ ഒരു പ്രശ്നം ഇനി ഫൈനൽ എക്സാമിന് നിങ്ങൾ ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല. യെസ്, നോക്കാം. എ ട്രെയിൻ 200 മീറ്റർ ലോങ്, എത്രയാണ്? 200. Traveling at a speed 30 meter per second overtakes another train 300 meter long, traveling the same direction 20 meter per second. The time taken by the first to completely pass the second train. Okay. അപ്പോൾ അവിടെ നമ്മൾ 2 ട്രെയിനിന്റെ ഫുൾ ലെങ്ത്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് സപ്പോസ് ട്രെയിൻ എ എന്ന് വിചാരിക്കാം. ഇത് ട്രെയിൻ ബി ആണെന്ന് കരുതിക്കുന്നു. ദിസ് ഈസ് ട്രെയിൻ ബി. ഓക്കെ, ഇനി അത് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ വന്നിട്ട് മറ്റേയാൾ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കണം. അപ്പോഴേ നമുക്ക് ഓവർടേക്ക് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഇനീഷ്യലി നോക്കൂ, ഈ പോയിന്റിന് ഞാൻ ഇത് ഡ്രൈവർ, ഇത് ഗാർഡ്, ഇത് ഡ്രൈവർ ഓഫ് ബി, ഇത് ഗാർഡ് ഓഫ് ബി. ഓക്കെ, അവസാനം എങ്ങനെ സംഭവിക്കണം? ഡ്രൈവർ ഓഫ് ബി അവിടെ എത്തണം, അല്ലേ? റെഡി? ഗാർഡ് ഇവിടെ എത്തണം. ഓക്കെ, ഇത് ഡ്രൈവർ, ഇത് ഗാർഡ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, കംപ്ലീറ്റ്ലി ഓവർടേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇയാൾ ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ ആയാൽ ഓവർടേക്കിംഗ് ആയോ? ഇല്ല. അപ്പോ ഇയാൾ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്താ? എന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ വേണം വരാൻ. എന്ന് വെച്ചാൽ യു ക്യാൻ അസ്യൂം ദാറ്റ് ട്രെയിൻ എ ഈസ് അറ്റ് റെസ്റ്റ്. എ റെസ്റ്റിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഡി ഡാഷ് നോക്കൂ, ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഇയാൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കൂ. ഇവിടെ ഡി ഡാഷ് ഇവിടെ എത്തിയെന്ന്. അപ്പൊ ഡി ഡാഷ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നോക്കൂ, ഈ എന്റെ ലെങ്ത് ട്രാവൽ ചെയ്തു. പക്ഷെ കവർ ചെയ്തിട്ടുണ്ടോ, പാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി സ്വന്തം ലെങ്ത്തും കൂടി ഇങ്ങോട്ട് എത്തുമ്പോഴേ കംപ്ലീറ്റ്ലി പാസ്ഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ, പേടിക്കണ്ട. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. അപ്പൊ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് എ പ്ലസ് ലെങ്ത് ഓഫ് ബി എടുക്കണം, ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ബാക്കിലുള്ള ആൾക്കാണല്ലോ സ്പീഡ് കൂടുതൽ. ഓക്കെ, ദെർഫോർ ഇത് എത്ര കിട്ടുക? ലെങ്ത് രണ്ടാളും കൂടെ 500 ഡിവൈഡഡ് ബൈ, രണ്ടാളും സെയിം ഡിറക്ഷനിലാണ്. അപ്പൊ എങ്ങനെ വെലോസിറ്റി ഉണ്ടാവുക? 30 മൈനസ് 20. ദാറ്റ് ഈസ് ഈക്വൽ ടു, യു വിൽ ഗെറ്റ് 50 seconds ഈസ് ദ ഫൈനൽ ആൻസർ. 50 സെക്കൻഡ് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ ത്രോൺ അറ്റ് എൻ ആംഗിൾ തീറ്റ ടു ദ ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് തീറ്റ ഉണ്ടാക്കുന്നത്, നോ പ്രോബ്ലം, റീച്ചസ് മാക്സിമം ഹൈറ്റ് എച്ച്, ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹൈറ്റ് തന്നിട്ടുണ്ട്, എന്നിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് എച്ചിന്റെ ടേമിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടി is equal to 2u sin theta ഡിവൈഡഡ് ബൈ ജി. 2u sin theta by g. ടൈം ഓഫ് ഫ്ലൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്താ? ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിൽ നമുക്ക് യു സൈൻ തീറ്റ ബൈ ജി ഉണ്ട്, അത് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ കൊടുക്കുന്നു, ദാറ്റ് ഈസ് റൂട്ട് എച്ച് ഈക്വൽ ടു u sin theta divided by root of 2g, or you can say u sin theta ne നമുക്ക് എന്ത് എഴുതാം? that is equal to root of 2gh എന്ന് നമുക്ക് എഴുതാം. അത് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്രശ്നം തീരൂലേ? തീരേണ്ടതാണ്. നോക്കൂ, now equation 1 implies that is capital T is equal to 2, അവിടെ ഓൾറെഡി 2/g ഉണ്ട്. ഇനി യു സൈൻ തീറ്റക്ക് നമ്മൾ റൂട്ട് ഓഫ് 2gh എന്ന് കൊടുക്കാം, 2gh. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇവിടെ വന്ന്, അപ്പോൾ അവിടെ റൂട്ടിന്റെ ഉള്ളിൽ 2 ഓൾറെഡി അവിടെ ഉണ്ട്, എച്ച് ഉണ്ട്, ദെൻ ബൈ ജി വരും റൂട്ടിന്റെ ഉള്ളിൽ. ബിക്കോസ് വെറും ജി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് റൂട്ട് ജി ഇൻറ്റു റൂട്ട് ജി ആണ്. അപ്പോൾ ഒരു റൂട്ട് ജി കട്ട് ചെയ്തു, അപ്പോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ജി. ഇങ്ങനെ ആൻസർ ഉണ്ടോ? ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. സെറ്റ് അല്ലേ? യെസ്. അടുത്തതിലേക്ക് പോകാം.
A car of mass m moving on a level circular track of radius r, if mu s represents the static friction between the road and tires of the car, maximum speed of the car in circular motion is given by root of mu s r j. ഒന്നും ചെയ്യാനില്ലല്ലോ, നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് root of mu s r j. അടുത്തിലേക്ക് പോവാം. Question number 8. A man pushes against a wall but fails to move it. He does zero work, no work at all. റെഡി അല്ലേ? കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ അവിടെ വർക്ക് ഡൺ നമുക്ക് 0 ആയിരിക്കും. അതിൽ വേറെ സംശയത്തിനൊന്നും ചാൻസ് ഇല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമില്ലല്ലോ അതിൽ? ഇല്ല. ഓക്കെ, അടുത്ത്. A particle is moving along a circular path of radius 5 meter with uniform speed 5 meter per second. What will be the average acceleration when the particle completes half a revolution? Particle completes half a revolution. Okay. എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഇതാണ് പറയാം. ഓക്കെ, ഹാഫ് എ റെവല്യൂഷൻ അല്ലേ? നമുക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ടിക്കിൾ മൂവ് എലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 5 മീറ്റർ വിത്ത് യൂണിഫോം സ്പീഡ്. വാട്ട് വിൽ ബി ദ ആവറേജ് ആക്സിലറേഷൻ വെൻ പാർട്ടിക്കിൾ കംപ്ലീറ്റ്സ് ഹാഫ് എ റെവല്യൂഷൻ? അപ്പൊ നമുക്ക് പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിൽ, കാരണം ആവറേജ് ആക്സിലറേഷൻ ആണ് ചോദ്യം. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അതാദ്യം നമുക്ക് നോട്ട് ചെയ്ത് നോക്കാം. എ ആവറേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് സംഭവം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ബോഡി ഇങ്ങോട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വിചാരിക്കും. അപ്പൊ ഇവിടെ വെലോസിറ്റി എന്താ? ഇവിടുത്തെ ടാൻജന്റ് മീൻസ് അതിന്റെ ഡിറക്ഷൻ. ദിസ് ഈസ് v1. ഇവിടെ എത്തുമ്പോൾ ഇതാണല്ലോ ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പോയിന്റിലാണ് അപ്പൊ എത്തിയിട്ടുള്ളത്. യാ, അപ്പൊ ദിസ് ഈസ് v2, വെക്ടർ v2. ദിസ് ഈസ് വെക്ടർ v2. ഓക്കെ, റെഡി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഡെൽറ്റ വി കാണാം നമുക്ക്. നോക്കൂ, ഇവിടെ ഡെൽറ്റ വി എന്ന് വെച്ചാൽ v2 മൈനസ് v1. അത് ഞാൻ ഇവിടെ തന്നെ ചെയ്യാം. വെക്ടർ v2 മൈനസ് വെക്ടർ v1 ദാറ്റ് ഈസ് ഈക്വൽ. നോക്കൂ, ഈ ഡിറക്ഷനെ ഞാൻ ജെ കേപ്പ് ആക്കിയിരിക്കണേ. വൈ ഡിറക്ഷൻ ജെ കേപ്പ്. ഇത് അങ്ങനെയാണെങ്കിൽ മൈനസ് ജെ കേപ്പ്. ദർഫോർ വാട്ട് യു ക്യാൻ റൈറ്റ്, സ്പീഡ് 5 തന്നുണ്ട്. അപ്പൊ v2 എന്ന് പറഞ്ഞാൽ മൈനസ് 5 ജെ കേപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10 ജെ കേപ്പ് എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇനി ഇവിടെ നമ്മളോട് ആൻസറിൽ ഡിറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് ഉള്ളൂ. Therefore, mod v2 minus v1, mod of v2 minus v1 that is equal to 10 meter per second എന്ന് കിട്ടി. നോക്കൂ, ഇതിന് നമ്മൾ അത് ചെയ്യാൻ പോവാം. ഇതിന് ആവറേജ് എടുക്കുക, മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് 10 ഡിവൈഡഡ് ബൈ ഈ ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും? ടൈം തന്നിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ടൈമും കൂടി കണ്ടെത്തണം. അതെങ്ങനെ? ടൈം നോക്കൂ, ടൈം പീരിയഡ് എത്ര? ടൈം പീരിയഡ് t is equal to, let me change the color, that t is equal to 2 pi r divided by v. ഓക്കെ, ഇത് മൊത്തം ടൈം പീരീഡ് ആണ്. നമുക്ക് ഹാഫ് ടൈം പീരീഡ് വരുള്ളൂ കേട്ടോ. ഹാഫ് ടൈം ഞാൻ അത് കണ്ടിട്ടാണ് ചെയ്യാം. ദാറ്റ് r നോക്കൂ 5 ആണ്. അപ്പൊ 10 pi ഡിവൈഡഡ് ബൈ v എത്ര? 5. That is equal to 2 pi എന്ന് കിട്ടി. Therefore, t by 2 equal to pi. t by 2 pi ആണ്. റെഡി? ഞാൻ ആ t by 2 അവിടെ കൊടുക്കണേ. t by 2. Therefore, what you will get? That is 10 divided by pi meter per second square. Answer ഉണ്ടോ? Option 4 is the right answer. Option 4 is correct. ഒന്നുമില്ല, സിമ്പിൾ ആണ് കേട്ടോ. അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആരും ഇതും 5 ആണ് ഇതും 5 ആണ്, അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി 5 മൈനസ് 5 ഈക്വൽ ടു 0 എന്നൊന്നും നിങ്ങൾ ആരും എടുക്കൂലല്ലോ. അങ്ങനൊന്നും ആരും എടുത്തിട്ടില്ലല്ലോ. കാരണം ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ ഡിഫറൻസ് അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, വിച്ച് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതൊക്കെ നിങ്ങൾക്കറിയാം. അടുത്തിലേക്ക് പോകാം. ഇൻ ദ ഡയഗ്രാം ഷോൺ ബിലോ, m1
and m2 are masses of two particles and x1 and h2 are their respective distances from the origin O. ഇത് നമ്മൾ കറക്റ്റ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം എന്താ? അപ്പോൾ എക്സ് സി എം ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് m1 x1. കാരണം കറക്റ്റ് ആണ് അവിടെ പറഞ്ഞോക്കെ, ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്ടേഴ്സ് ആണത്. അപ്പോൾ h2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 അല്ലേ? അപ്പോൾ ഏതാണ് ഇത്? കറക്റ്റ് അല്ലേ? അല്ല, ഇത് m1 h2 ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. m1 h1 plus m2 h2. Option 3 is the right answer. Option 3 is correct. Option 3. Ready? Yes. അടുത്തേക്ക് പോവാം. A man weighs 80 kilogram. Okay. Weighs 80 kilogram എന്നാട്ടോ പറഞ്ഞത്. ശരിക്കും ആ പ്രയോഗം കുഴപ്പമില്ല. അപ്പോൾ വെയിറ്റ് അല്ല 80 കിലോഗ്രാം. വെയിറ്റ് ശരിക്കും 80 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയണം. അപ്പോൾ മാസ് തന്നെയാണ് ഈ തന്നിരിക്കുന്നത്. മാസ് കേട്ടോ. ഓക്കെ, 80. അല്ലെങ്കിൽ വെയിറ്റ് ആണെങ്കിൽ 80 ന്യൂട്ടണോ 80 ന്യൂട്ടണോ ഒരിക്കലും വരില്ല. മീൻസ് സാധാരണ ഇതിൽ 800 ന്യൂട്ടണോ വരിക. കാരണം കിലോഗ്രാം വെയിറ്റ്, കാരണം നമുക്ക് അതിലേക്ക് പോകണ്ട. കിലോഗ്രാം എന്നവിടെ കൊടുത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? അത് മാസാണ്. ഹി സ്റ്റാൻഡ്സ് ഓൺ എ വെയിങ് സ്കെയിൽ ഇൻ എ ലിഫ്റ്റ്. അത് വെയിങ് മെഷീൻ ആണ്. അപ്പോൾ ഫോഴ്സ് ആണ് മാർക്ക് ചെയ്യപ്പെടുക. വിച്ച് ഈസ് മൂവിങ് അപ്വേർഡ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഓഫ് 5 meter per second square. വാട്ട് വുഡ് ബി ദ റീഡിംഗ് ഓൺ ദ സ്കെയിൽ? അപ്പോൾ നമുക്കറിയാം അപ്പാരന്റ് വെയിറ്റ് ആണ് റീഡ് ചെയ്യുക. W അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ അത് റിയാക്ഷൻ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു മുകളിലേക്കാണ് പോണത്. മുകളിലേക്ക് പോകുമ്പോൾ G പ്ലസ് A. എം ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 80 ആണ്. ഇൻറ്റു G എത്ര തന്നിട്ടില്ല? 10 തന്നിട്ടുണ്ട്. 10 പ്ലസ് A എത്ര? A5. ഓക്കെ അല്ലേ? അപ്പോൾ 80 ഇൻറ്റു 15 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പിന്നെ 8 40, 1 8 8 4 12. അത്രയും ന്യൂട്ടൺ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ഓക്കെ, റെഡി? കാരണം SI യൂണിറ്റ് ആണ്, നോ പ്രോബ്ലം. ഓക്കെ, ഇനി അത് ഓക്കെ, ഞാൻ കിലോഗ്രാം വെയിറ്റിന്റെ കാര്യം അവിടെ ഞാൻ സംസാരിക്കണില്ല. ഓക്കെ, സെറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 12. If the density of a small planet of same planet is the same as that of the Earth, okay, density, while radius of the planet 0.2 times that of the Earth. Okay, അപ്പോൾ rho equal to rho Earth തന്നെയാണ്. rho Earth. Then R is equal to 0.2 REM. The gravitational acceleration on the surface. എന്ന് വെച്ചാൽ acceleration due to gravity on the സർഫസ് ഓഫ് ദാറ്റ് പ്ലാനറ്റ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, അപ്പോൾ ഡെൻസിറ്റിന്റെ ടേമിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. G is equal to 4/3 pi rho GR. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 പൈനൊക്കെ നമ്മൾ ചെയ്യണം അല്ലേ? കാരണം അതിൽ പൈ ഇല്ലല്ലോ, പൈ ഇല്ല. അപ്പോൾ 3.14. വേണ്ട നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം കമ്പാരിസൺ മതി. റെഡി. ഇത് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ആണ്. അപ്പോൾ റോ ഇ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. നൗ G ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ ഏത് പ്ലാനറ്റ് ആണോ ചെയ്യാൻ പോകുന്നത് ആ പ്ലാനറ്റിന്റെ സർഫസിലെ G, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 പൈ. റോയില് മാറ്റില്ല, സെയിം ആണ് റോ ഇ G. ഓക്കെ, ദെൻ 0.2 RE. ഫൈൻ. അപ്പോൾ ആൻസർ ആയില്ലേ? അത് നോക്കൂ, ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് G ഈക്വൽ ടു 0.2 ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ തിരിച്ചാണ് ഇവിടെ എന്ന് വെച്ചാൽ 0.2 G എന്ന് കിട്ടും. ഞാൻ G എടുത്ത്, ഓക്കെ, നിങ്ങൾ എർത്തിന്റെ സർഫസിലുള്ള G ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വേണേ അങ്ങനെ തന്നെ ആക്കാം, ആർക്കും കൺഫ്യൂഷൻ വേണ്ട. ദാറ്റ് ഈസ് റോ. അതിനൊക്കെ നമുക്ക് ഡാഷ് ഇട്ടിട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് യെസ്, ദാറ്റ് ഈസ് ദിസ് ഈസ് റോ ഡാഷ് ഈക്വൽ ടു റോ, R ഡാഷ് ഈസ് ഈക്വൽ ടു RE, G ഡാഷ് ഈസ് ഈക്വൽ ടു 4/3 പൈ റോ. അതിൽ മാറ്റില്ല. ദെൻ R ഡാഷ്. ഓക്കെ, ദെൻ G ഡാഷ് ഈസ് ഈക്വൽ ടു 0.2 G. ഓക്കെ ആണല്ലോ? നൗ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 13. The time period of Earth's satellite revolving at a height 35,800 kilometer എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഹൈറ്റ് ഓഫ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് എത്ര? 24 hours. ഓക്കെ, അടുത്തേക്ക് പോവാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് പോസിബിൾ ഇൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് മീൻസ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലേ?
ഓക്കെ, ലെങ്ത് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ലിക്വിഡിനും ഗ്യാസിനും ലെങ്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ ആൻസർ? ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. സോളിഡ്. നെക്സ്റ്റ്, ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 20 meter below the surface of water at the sea level. ഓക്കെ, പ്രഷർ അല്ലേ? പ്രഷർ അപ്പോൾ ടോട്ടൽ പ്രഷർ ആണ്. അതെന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി. ഓപ്ഷൻ നോക്കിയോ? ഓപ്ഷനിൽ കംപ്ലീറ്റ് ATM തന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്ര? 1 ATM പ്ലസ് എച്ച് എത്രയാണ്? 20. ഡെൻസിറ്റി 10⁻³ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10. Therefore 1 ATM, ഇത് ATM ആണ്, അതിപ്പോ ATMലല്ല, അത് 2 × 10⁵ പാസ്കലും. അത് അപ്പൊ നമുക്കറിയാം ആൻസർ ATMലെ വേണ്ടത്. 1 ATM എന്ന് പറഞ്ഞാൽ എന്താണ്? 1.01 × 10⁵ പാസ്കലാ. അപ്പൊ therefore ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? 1 ATM പ്ലസ് 10⁵. 2 × 10⁵ എന്ന് പറയുമ്പോൾ ഇത് 2 ATM ആയി. ഓക്കെ, റെഡി അല്ലേ? ഒരു 2.02 കുറവല്ലേ ഉള്ളു, 0.02 കുറവുള്ളൂ. Therefore the answer is 3 ATM. 3 ATM ഉണ്ടോ? ഓപ്ഷൻ 4 is correct. 3 ATM. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A black body is at 727 degrees C. It emits energy at the rate which is proportional to Stefan's law. E proportional to T⁴ ആണ്, or E is equal to sigma T⁴. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ബോഡി എമിറ്റ്സ് എനർജി അറ്റ് ദ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലേ? അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എത്ര? ദാറ്റ് ഈസ് T = 727 degrees C, വിച്ച് ഈസ് ഈക്വൽ ടു 727 273 കൂടി കൂട്ടിയാൽ എത്രയും 1000 തന്നെ. Okay, therefore E proportional to 1000⁴ is the right answer. Option 2 is correct. Option 2 is the right answer. Option 2. Ready? Next. A cyclic process ABCA is shown in VT diagram. The process on PV diagram is ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പോ ഈ ഡയഗ്രാം നോക്കൂ. VT ഗ്രാഫ് ആണ് ക്വസ്റ്റനിൽ തന്നത്. അപ്പൊ ഇതിൽ ഓരോ പ്രോസസ് നോക്കുക. ഇവിടെ AB കൺസിഡർ ചെയ്യുക. ABയിൽ നോക്കൂ, VT ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആണ്. VT ഗ്രാഫ് സ്ട്രെയിറ്റ്, V പ്രൊപ്പോർഷണൽ ടു T അല്ലേ? V proportional to T, or V/T is a constant. V/T is a constant എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? V proportional to T എന്ന് പറയുമ്പോൾ അവിടെ ആര് കോൺസ്റ്റന്റ്? P = കോൺസ്റ്റന്റ്. P = കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്ത എന്താണ്? BC ആണ്. അവിടെ നിൽക്കട്ടെ. BC നോക്കൂ. B to C ആരാ കോൺസ്റ്റന്റ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. V = കോൺസ്റ്റന്റ്. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ ആവുമെന്നാണ് വിചാരിക്കുന്നത്. CAയും കൂടി നോക്കാം. CAയിൽ നോക്കൂ, ആരാ കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ അല്ലെ? അലോങ് ദിസ് ലൈൻ T = കോൺസ്റ്റന്റ്. T = കോൺസ്റ്റന്റ്. നൗ മക്കൾ നോക്കൂ, ഇവിടെ ABന്റെ പാർട്ട് നോക്കുക. പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ AB A to B ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണോ? അല്ല. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണോ? കാരണം പ്രഷറാണ് Y ആക്സിസിലുള്ളത്. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണോ? ആണ്. നോക്കൂ, ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണോ? അല്ല. ഇപ്പൊ തന്നെ ആൻസർ ആയി. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ഒരു ആൻസർ ആയില്ലുള്ളൂ. വേണം അടുത്തും കൂടി നോക്ക്. BCയിൽ V കോൺസ്റ്റന്റ്. BCയിൽ V കോൺസ്റ്റന്റ് ആണ്. ഇത് അല്ല, BC V കോൺസ്റ്റന്റ് ആണ്. റെഡിയാണ്. BC V കോൺസ്റ്റന്റ് ആണ്. അത് ഇവിടെയും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ തന്നെ ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ തന്നെ, മറ്റേ സെക്കൻഡ് പാർട്ട് എല്ലാവർക്കും സെയിം ആ. സെറ്റ്. അപ്പൊ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. യെസ്. അടുത്ത് ready. Now question number 18. Question number 18 is the two monoatomic ആണ് perfect gases at absolute temperatures T1 and T2 are mixed. There is no loss of energy. The temperature of the mixture of masses of molecules
temperature of the mixture of masses of molecules are എന്തോ ഒരു പ്രശ്നമുണ്ടോ അവിടെ? The temperature of the mixture of masses, അത് ഓക്കെ, അല്ലെങ്കിൽ temperature of the mixture of masses of molecules are, സംഭവം ഉദ്ദേശിച്ച നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ N1 and N2. അതായത് ആ മിക്സ്ചറിലുള്ള പിന്നെ 2 ടൈപ്പ് ഗ്യാസ് അതിലുണ്ടല്ലോ, അതിലൊരു ഗ്യാസ് മോളിക്യൂളിന്റെ മാസ് M1, മറ്റേത് M2. നമ്പർ ഓഫ് മോളിക്യൂൾസ് N1 N2 എന്നാണ്. പക്ഷെ അതിൽ ആ ഒരു സെന്റൻസിന്റെ എനിക്ക് തോന്നിയതാ, നിങ്ങൾക്ക് തോന്നിയില്ലേ? ദ ടെമ്പറേച്ചർ ഓഫ് മിക്സ്ചർ ഓഫ് മാസസ് ഓഫ് മോളിക്യൂൾസ് ആർ M1 and M2. എന്തോട്ടെ, എന്തോ ഒരു കോമന്റ് മിസ്സിംഗ് ആയിരിക്കും ചിലപ്പം. എനിവേ പോട്ടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ക്ലിയർ ആണ്. മോണോറ്റോമിക് ഗ്യാസ് മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷനിൽ N1 N2 ഒക്കെയാണ്, T1 T2 ആണ് ഓപ്ഷൻസിലുള്ളത്. മോണോറ്റോമിക് ഗ്യാസ് ആണ്, മോണോറ്റോമിക് ഗ്യാസ്. അപ്പൊ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി കൊടുത്താൽ ശരിയാവില്ലേ? ഒരു മോളിക്യൂളിൽ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ബൈ ഹാഫ് kBt. അപ്പോൾ മോണോറ്റോമിക് ഗ്യാസ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ 3/2 kBt. അപ്പോൾ ഒന്നാമത്തെ ആള് മാത്രം എനർജി എത്ര ഉണ്ടാവുക? ആവറേജ് കൈനറ്റിക് എനർജി. അപ്പോൾ ഒന്നാമത്തത് 3/2 kBt1 ഇൻറ്റു N1 പ്ലസ് അടുത്തത് 3/2 kBt2 ഇൻറ്റു N2. That is equal to മിക്സ്ചറിൻ്റെത് 3/2 kBt, നമ്പർ ഓഫ് മോളിക്യൂൾസ് N1 പ്ലസ് N2. Am I right? കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. കട്ട് ചെയ്തോ. 3/2 kB 3/2 kB 3/2 kB കട്ട്. ആൻസർ ആയില്ലേ? യെസ് കിട്ടി. അപ്പൊ ടീനെ മാത്രം അവിടെ നിർത്തുക. ഇവിടെ ആരാളുള്ളത്? N1 T1 പ്ലസ് N2 T2 ഹോൾ ഡിവൈഡഡ് ബൈ ആരാളുള്ളത്? N1 plus N2. Yes. N1 T1 plus N2 T2 divided by option 3 is the right answer. Option 3 is correct. Question number 19. What is the total kinetic energy of 2 gram of nitrogen at 300 Kelvin? Molecular weight nitrogen തന്നിട്ടുണ്ട്, നമുക്കറിയാം. ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമാണോ എന്നുള്ളത്, അതായത് ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. കാരണം 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടല്ലോ, മോണോറ്റോമിക് അല്ല, ഡയറ്റോമിക് ആണ്. N2 എന്ന് പറയുന്നത് ഡയറ്റോമിക്. N2 ഈസ് ഡയറ്റോമിക്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം F3+2 ഉണ്ട്. അതിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. 2 റൊട്ടേഷണൽ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത് 5 എടുക്കണോ 3 എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അത് നമുക്ക് നോക്കാം. സാധാരണ ട്രാൻസ്ലേഷൻ ആ ക്വസ്റ്റനിലൊരു അത് സ്പെസിഫിക്കലി പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. എനിവേ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ട്രാൻസ്ലേഷനിൽ ആദ്യം ചെയ്യാം. ആ ആൻസറിനോട് ബന്ധപ്പെട്ട ആൻസറാണ് അവിടെ ഉള്ളത് എങ്കിൽ നമുക്ക് അത് പിടിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ആ രണ്ടും കൂടെ കൂട്ടിയിട്ട് നോക്കാം. ഓക്കെ, റെഡി. അപ്പോൾ അതുകൊണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം വൈ ഒരു മോളിക്യൂളിന്റെ എത്ര? ഹാഫ് kBt. Therefore I can write average total kinetic energy K is equal to മറ്റേത് ശരിക്കും ടോട്ടൽ ഇന്റേണൽ എനർജിയാണ്. അപ്പൊ ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ അതിൽ രണ്ടും കൂടെ പെടും. ഓക്കെ, നമ്മൾ ട്രാൻസ്ലേഷൻ തന്നെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നോക്കാം. അപ്പൊ K is equal to 3/2 kBt. 3/2 kBt. ഒരു മോളിന്റെ മാസാണ് 28. നമുക്ക് ഇവിടെ എത്ര ഉള്ളത്? 28 ഗ്രാമിൽ ഇവിടെ 2 ഗ്രാമാണ്. ഇവിടെ 2 ഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കുക? Therefore into 2 divided by 28. ശരിയല്ലേ? ഒരു മോളിൻ്റെത് നമ്പർ ഓഫ് മോൾസ് ആണ്. എത്ര മോളുണ്ടോ അത്രയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ എത്ര മോളുള്ളത് എന്ന് അറിയില്ല. നമ്മുടെ അടുത്ത് ആകെ 2 ഗ്രാമുള്ള. അപ്പൊ അതിൽ എത്ര മോൾ ഉണ്ട് എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ ഒരു മോളിന്റെ മാസ് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തു.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 2/28. ഇറ്റ്സ് ഫൈൻ. മനസ്സിലായോ ചെയ്ത്? നമ്മൾ ഇതൊരു മോളിക്യൂളിൻ്റെതാണ്, ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ആണ് കൊടുക്കേണ്ടത്. അതിൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടില്ല, ആകെ ഉള്ളത് 2 ഗ്രാമാണ് ഉള്ളത്. അപ്പൊ 2 ഗ്രാമിൽ എത്ര മോൾ ഉണ്ട് എന്ന് അറിയാൻ 2 ഡിവൈഡഡ് ബൈ ഒരു മോളിന്റെ മാസ് ഡിവൈഡ് ചെയ്യുക, അതാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ റെഡി അല്ലേ? ഒരു 3/2 ഒരു മോളിക്യൂളിൻ്റെതായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ടേ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 6 അല്ലേ കൊടുക്കേണ്ടത്? കാരണം KB എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളാണ്, 6 എന്ന് പറഞ്ഞത് മോള്. അപ്പൊ നോക്കൂ, ഇത് ഒരു മോളിന്റെ എനർജി ഇൻറ്റു എത്ര മോള് ഇപ്പോഴാണ് റെഡി ആയത് കേട്ടോ. KB ആകുമ്പോൾ ഒരു മോളിക്യൂൾ ആയിട്ടുള്ളൂ, KB ആയപ്പോൾ മോളിക്യൂൾ ആയിട്ടുള്ളൂ. 3/2 RT ഇൻറ്റു ഓക്കെ, നൗ ഇറ്റ്സ് ഫൈൻ. ഐ തിങ്ക് ദാറ്റ് ഈസ്, നോക്കൂ ചെയ്ത് നോക്കാം. 3 ഇൻറ്റു ആറിന്റെ വാല്യൂ എത്ര? 8.31 ഇൻറ്റു ടെമ്പറേച്ചർ 300. അവിടെ 2 നമുക്ക് ഇപ്പൊ തന്നെ അവിടെ കട്ട് ചെയ്യാം അല്ലേ? 2 നോക്കൂ, ഈ 2 ഇപ്പൊ തന്നെ കട്ട് ചെയ്തു. ഹോൾ ഡിവൈഡഡ് ബൈ 28, ഹോൾ ഡിവൈഡഡ് ബൈ 28. അപ്പോ ആ 0.31 2 0 കൊടുത്താൽ അത് പോയി. അപ്പൊ 3 9. അപ്പോ ഇവിടെ 2 പോയി. ഓക്കെ, ഇവിടെ അപ്പോ 831 ഇൻറ്റു 9 റെഡി ആണല്ലോ. 9 27, ബാക്കി 2, അപ്പൊ 72 2 74. ഓക്കെ, അപ്പൊ 7479 ഡിവൈഡഡ് ബൈ 28, ദാറ്റ് ഈസ് ഈക്വൽ ടു 74 28 എത്ര ഉള്ളത്? 2. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ശരിയായി വരുന്നുണ്ട്. ഓപ്ഷൻ നോക്ക് ഉണ്ടാവും. 74 28 എറഗിലാണ് അവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. നോ പ്രോബ്ലം, നമുക്ക് ഇത് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ റെഡി. അപ്പൊ നോക്കൂ, ദെൻ ബാക്കി നമുക്ക് എത്ര നമുക്ക് 7479 ഡിവൈഡഡ് ബൈ 28. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. 3/2 RT 8. ഓക്കെ റെഡി. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? ഇവിടെ 2 കിട്ടി. അപ്പോൾ 2 8 16, 2 4, 2 2 4, 4 1 5. ഓക്കെ, 4 8 6 10. ഓക്കെ, 187 അല്ലേ? 187 6 ഇല്ലേ? 6 അതിലധികം ഉണ്ടോ നോക്കാം. കാരണം ഇവിടെ ഒക്കെ 6 ഉള്ളത്. അപ്പൊ തന്നെ ഇനി വേറെ അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എനിവേ അവിടെ സംതിങ് നമുക്ക് കിട്ടും. അതിന് സബ്ട്രാക്ട് ചെയ്താൽ ഒരാളും കൂടെ ഇവിടെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട, നമുക്ക് ചെയ്ത് തന്നെ പോവാം. അപ്പോൾ 6 8 48, ബാക്കി 4, 2 6 12, 12 16. ഓക്കെ, അപ്പോ ഇവർ 2 7 9, 7 19. ഓക്കെ, 199ലും ഏകദേശം 6 7 കൂട്ടാം. ഓക്കെ, അപ്പൊ എന്തായാലും 267 എന്ന് കിട്ടും അപ്രോക്സിമേറ്റ്ലി. അത്രയും ജൂൾ കിട്ടും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ എത്ര? ഇറങ്ങുന്ന പറഞ്ഞാൽ 1 ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ 10⁻⁷ ഇറങ്ങാം. അപ്പൊ 267 ഇൻറ്റു 10⁻⁷ അങ്ങനെ ഉണ്ടോ? യെസ്, അങ്ങനെ ഉണ്ട്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. സെറ്റ് അല്ലടാ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതിപ്പോ ഇതിനെക്കാളും സ്പീഡായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂലേ? ഓക്കെ, യെസ്. അപ്പൊ അടുത്തയിലേക്ക് നീങ്ങാം. അടുത്തയിലേക്ക് പോവാം. Question number 20. A body is executing SHM when its displacement from the main position 4 cm and 5 cm. It has velocity 10 cm per second and 8 cm per second respectively. Its a periodic time T is. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. പീരിയോഡിക് ടൈം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. such a displacement from the main position 4 സെന്റിമീറ്ററിലായപ്പോൾ അതിന്റെ സ്പീഡ് 10 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 5-ലെത്തിയപ്പോൾ ഓക്കെ റെഡി. അപ്പോൾ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതാണത്? V ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് X സ്ക്വയർ. ഇതിന്ന് സെറ്റ് ആവൂലേ? നോക്കാം. ആദ്യത്തെ വെലോസിറ്റി 10 സെന്റിമീറ്റർ, 10 ഒന്നും മാറ്റണ്ട. അപ്പോൾ 10 സെന്റിമീറ്റർ ഒന്നും മാറ്റണ്ട. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ്
എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ. സെന്റിമീറ്റർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഇക്വേഷൻ നമ്പർ 1. ആൻഡ് സിമിലർലി അടുത്തത് നമ്മൾ എങ്ങനെ കൊടുക്കുക? അടുത്തത് 8 ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ 1/2 ചെയ്താൽ ഇക്വേഷൻ 1 divided by 2 ചെയ്യാം. then you will get 10/8 is equal to root of a square minus 16 divided by root of a square minus 25. ഓക്കെ, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടുമല്ലോ. കിട്ടും എൻ്റെ വാല്യൂ കിട്ടും. എൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 100 divided by 64. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 16 divided by a square minus 25. 100/64 50/32 25 divided by 16 അല്ലേ, ഈക്വൽ ടു 25 divided by 16. ഇത് ഞാൻ ഇവിടെ ചെയ്താം. ഓക്കെ, റെഡി. ഓക്കെ, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ കിട്ടുമല്ലോ. 16a square മൈനസ് 16 256 ദാറ്റ് ഈസ് ഈക്വൽ ടു 25a square മൈനസ് 625 25ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 25a square 16a square പോയാൽ 9a square ദാറ്റ് ഈസ് ഈക്വൽ ടു 625 മൈനസ് 256. അപ്പോൾ 4ഉം 5ഉം 9 6 5 2 പോയാൽ 3 369. or a square is equal to 369 divided by 36 4 41. അപ്പൊ a square 49 കിട്ടി. 41. a square is 41. ഇനി നോക്കൂ, നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ്. അപ്പോൾ ഒമേഗന്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒമേഗ കിട്ടും. അപ്പൊ ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/T. ഓക്കെ, therefore 10 is equal to omega into root of 41 minus 16. That is equal to omega 41 എന്ന് 16 പോയാൽ വേണ്ട, അത് 16 over 20 25 5ന്റെ റൂട്ട് അല്ല 25ന്റെ റൂട്ട് 5. ഓക്കെ, ഒമേഗ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഒമേഗ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/T2. ടൈം പീരീഡ് T is equal to 2π/2. പൈ ആൻസർ ഉണ്ടോ? pi seconds is the right answer. Pi seconds. Option 2 is correct. Option 2 is the right answer. Option 2. കിട്ടിയല്ലോ? യെസ്. ഓക്കെ, വേറെയും നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്ത് പോയി അവിടേക്ക് എത്തിപ്പെട്ടു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് in the figure S1 and S2 are identical springs. Ready? The oscillation of frequency of mass M is F എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇഫ് വൺ സ്പ്രിങ് ഈസ് റിമൂവ്ഡ് അപ്പോൾ ഫ്രീക്വൻസി എന്താവാം? ഇവിടെ നോക്കൂ, രണ്ടും കണക്റ്റഡ് ഇൻ പാരലൽ. അതുകൊണ്ട് ഇഫക്റ്റീവ് KP ഈക്വൽ ടു 2K എന്നാണ് നമുക്ക് ഇവിടെ കിട്ടാം. K1 + K2 അപ്പൊ 2K കിട്ടി, ഐഡന്റിക്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം പീരിയഡിന്റെ ബേസിക് ഇക്വേഷൻ എന്താ? ടൈം പീരിയഡിന്റെ ബേസിക് മീൻസ് ആക്ച്വൽ ഇക്വേഷൻ ടൈം പീരിയഡിൻ്റെത് 2π divided by root of M/K ആണ്. നമുക്കിവിടെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി ഈക്വൽ ടു 1/2π root of K divided by M. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് തന്നിരിക്കുന്ന ഫ്രീക്വൻസി F എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π root of ആ K എന്താ 2K ഡിവൈഡഡ് ബൈ M. ഇതിനെയാണ് ക്വസ്റ്റ്യൻ F എന്ന് വിളിച്ചത്, മറക്കല്ലേ? കണ്ട, ഇതിനെയാണ് ക്വസ്റ്റ്യൻ എന്ത് വിളിച്ചത്? F എന്ന് പേരിട്ട് വിളിച്ചത്. ഇനി നമ്മളോട് പറയാം ഒരു സ്പ്രിംഗ് ഒഴിവാക്കി. ഒരു സ്പ്രിംഗ് ഒഴിവാക്കിയ പിന്നെ ഒരു സ്പ്രിംഗ് അല്ലേ ഉള്ളൂ. Therefore പുതിയ F' is equal to 1/2π
അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെത് മാത്രം അത് എത്ര K/M. ഓക്കെ, നോ പ്രോബ്ലം. മനസ്സിലായോ? ഒരു സ്പ്രിങ് മാത്രമുള്ളെങ്കിൽ അതിന്റെ K, അപ്പോൾ K/M. ഇനി ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്ത പ്രശ്നം കഴിഞ്ഞു. അപ്പൊ കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലായി. നോക്കൂ, F' ഡിവൈഡഡ് ബൈ F, ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ ഒരു 1/√2 ബാക്കിയാവൂലേ? 1/√2 ബാക്കിയാവും. ഓർ F' is equal to F divided by √2. Option 4 is correct. Option 4 is the right answer. Option 4. Set അല്ലേ? Yes. അടുത്തത്. A transverse wave of amplitude 0.5 meter, wavelength 1 meter, frequency 2 Hz is propagating in a string in the negative x direction. The expression of the wave is, വേവിന്റെ എക്സ്പ്രഷൻ എന്താണ്? അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റടിക്കാൻ ആൻസർ മനസ്സിലായല്ലോ. ഓപ്ഷൻ 2 മാത്രമേ ആൻസർ ആവുള്ളൂ. കാരണം എന്താ? ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ എന്താ? y equal to a sin omega t minus kx, അല്ലെങ്കിൽ kx minus omega t, അല്ലെങ്കിൽ omega t plus kx. ഇതൊക്കെ ഇക്വേഷൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഒമേഗ ടിയും kxഉം ഒരേ സൈൻ ആണെങ്കിൽ, ഒരേ സൈൻ എന്ന് വെച്ചാൽ ശരിക്ക് ടീന്റെ കോഎഫിഷ്യന്റും എക്സിന്റെ കോഎഫിഷ്യന്റും ഒരേ സൈൻ ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് പോവാം. ഒരേ സൈൻ ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടെ ഇയാളെ സൈനും സെയിമാ? അല്ല. സെയിം സൈൻ ആണോ? അല്ല, ഡിഫറെന്റാ. ഓക്കെ, രണ്ടാക്കും സെയിം ഉള്ള ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് നെഗറ്റീവ് എക്സ് ഡിറക്ഷൻ. ഒമേഗ ടിയും കാറ്റ്സിന്റെ സൈന് ഡിഫറെന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. ഇതാണ് പോയിന്റ്. അപ്പൊ ഇവിടെ അത് അല്ലെ, അങ്ങനെ തന്നെ അല്ലേ നമ്മളോട് ചെന്നു എക്സ്പ്രഷൻ ഫോർ നെഗറ്റീവ് എക്സ് ഡിറക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഒമേഗ ടി കാറ്റ്സ് ഡിഫറെന്റ് സൈൻ ആയിരിക്കണം. ഓക്കെ, അല്ല ഡിഫറെന്റ് അല്ല, നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ പോകണമെങ്കിൽ സെയിം സൈന്, പോസിറ്റീവ് എക്സിൽ പോകണമെങ്കിൽ ഡിഫറെന്റ് സൈന്. സെറ്റ്. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവേണ്ട ഒരു പോയിന്റ് തന്നെയാണ് അത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. A point source emits sound equally in all directions in a non-absorbing medium. 2 points P and Q are at 2 meter and 3 meter respectively from the source. The ratio of intensities of the waves at P and Q is. Intensity and the proportional to distance square. അപ്പോൾ ഇവിടെ ഒറ്റടിക്ക് I1 divided by I2 is equal to d2 square divided by d1 square. That is equal to, ഇവിടെ എത്രയൊക്കെ ഡിസ്റ്റൻസ് തന്നെ? അപ്പൊ 3 square divided by 2 square ആണ്. ഓക്കെ, that is equal to 9/4 ആൻസർ ഉണ്ടോ? ഓപ്ഷൻ 3 is correct. ഓപ്ഷൻ 3 is the right answer. ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ്. 2 point charges minus q and plus 2q, plus q/2 are situated at the origin at points. ഓക്കെ, ഒറിജിനിലാണ് ഒന്നുള്ളത്. ഓക്കെ, നമ്മൾ ഡയഗ്രാം വരക്കാം. അപ്പൊ ഡയഗ്രാം വരച്ചാൽ ഒറിജിനിൽ നോക്കും മൈനസ് ക്യൂ, ദെൻ എക്സില് ഇവിടെ പ്ലസ് q/2. അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് എ. കാരണം ഇതിന്റെ കോർഡിനേറ്റ് A00 ആണ്. ഇനി എന്താ കാണേണ്ടത്? ദ പോയിന്റ് അലോങ് ദ ആക്സിസ് വെർ ദ ഇലക്ട്രിക് ഫീൽഡ് വാനിഷസ്. അപ്പോൾ ഈ ആക്സിസിൽ എവിടെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നുണ്ട്. അതെവിടെയാണ്? അതെവിടുന്നാണ്? ദ പോയിന്റ് അലോങ്. അപ്പോൾ ഒറിജിൻ ഇതെന്ന് തന്ന സ്ഥിതിക്ക് എല്ലാ ഡിസ്റ്റൻസും നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ കണ്ടെത്തണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോക്കി, ഇത് രണ്ടും അൺലൈക്ക് ചാർജസ് ആണ്. അതുകൊണ്ട് നൾ പോയിന്റ് ഒരിക്കലും ഇൻ ബിറ്റ്വീനിൽ വരൂല. കാരണം ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇയാൾ അതിനെന്താ ചെയ്യുക? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഇയാൾ എന്താ ചെയ്യുക? അങ്ങോട്ട് തള്ളും. അപ്പൊ ഇനി അവിടെ ക്യാൻസലേഷന്റെ പോസിബിലിറ്റി വരുന്നില്ല. അപ്പൊ ഔട്ട്സൈഡ് ദ ചാർജസ് വരിക. അതിൽ തന്നെ എവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നൾ പോയിന്റ് ആൾവേസ് ലൈസ് ക്ലോസർ ടു ദ ചാർജ് ഹാവിങ് സ്മോളർ മാഗ്നിറ്റ്യൂഡ്.
ഇവിടെ ഇയാൾക്കാണോ മാഗ്നിറ്റ്യൂഡ് കുറവ്? ഇയാൾക്ക്. അപ്പോൾ ഇയാളുടെ സൈഡിലാണ് ഉണ്ടാവുക. ദർഫോർ നൾ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. നൾ പോയിന്റ് ഈസ് സംവെയർ ഓവർ ഹിയർ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0. അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് എക്സ്. അത് ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇവിടുന്ന് മാർക്ക് ചെയ്യുന്നത്? ഇതായിരിക്കും വേറൊരു അബദ്ധം സംഭവിക്കുക പലരും എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഇവിടെ എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് കൊടുക്കും. എന്നിട്ട് ഈ എക്സ് ആയിരിക്കും ഇതിൽ തരുന്നത്. ചിലപ്പോൾ ആ എക്സ് ഇതിൽ ഉണ്ടാവാം, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ അതാവില്ല. കാരണം ഒറിജിൻ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ ഡിസ്റ്റൻസും ഇവിടുന്ന് പറയണ്ടേ. ഇനി നമുക്ക് ഫീൽഡ് ഇക്വേറ്റ് ചെയ്യാം. അതെങ്ങനെ കിട്ടാം? 1/4πε0 q divided by x square, that is equal to 1/4πε0 q by 2 divided by x minus a the whole square. നോക്കൂ, ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് അതാണ് എക്സ് സ്ക്വയർ. ഇതെത്ര? ഇത് എക്സ് മൈനസ് എ. പിന്നെ ചിലർ ഈ മൈനസ് അപ്പ് ഇടണ്ടെന്ന് ചോദിക്കും. എടാ, ഈ മൈനസിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇവിടെ നമ്മൾ ഒരു +1 ചാർജ് വെച്ച് അതിനെങ്ങോട്ടാണ് -q വലിക്കുക. ഇയാൾ എന്താ ചെയ്യുക? അങ്ങോട്ട് തള്ളും. ആ മാഗ്നിറ്റ്യൂഡുകളാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ആ മാഗ്നിറ്റ്യൂഡ്സ് ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. വെട്ടിക്കോ, ക്യൂ വെട്ടുക, എന്നിട്ട് റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 × x മൈനസ് എ ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു √2x മൈനസ് √2a. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സ്. അപ്പോൾ ദാറ്റ് ഈസ് √2 minus 1 into x equal to √2a, or x is equal to √2a divided by √2 minus 1 undo. Option 3 is correct. Option 3 is the right answer. Okay, next. The energy of a charged capacitor resides in the electric field. കാരണം പ്ലേറ്റുകൾക്കിടയിലുള്ള ഫീൽഡിലാണ്. അതുകൊണ്ടാണല്ലോ എനർജിന്റെ ഇക്വേഷൻ എന്താ? ½ ε0 E² into AD. വോളിയം. എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ്, 3 plates of common surface area A connected as shown. ഓക്കെ, എന്ന് വെച്ചാൽ ഇതാണ് 3 പ്ലേറ്റ് കേട്ടോ. അവരെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സപ്പോസ് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ പോസിറ്റീവ്, ഇവിടെ അവിടെ പോസിറ്റീവ് അല്ല, അവിടെ നെഗറ്റീവ്. നെഗറ്റീവ് ആയിട്ടല്ലേ കണക്ഷൻ? ഇവിടെ നെഗറ്റീവാണ് കണക്ഷൻ, ഇവിടെ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇതെന്താ സംഭവം? എന്താ? മൈനസ് പ്ലസ് കപ്പാസിറ്റർ 1 മൈനസ് പ്ലസ് കപ്പാസിറ്റർ 2. ഒന്നാമത്തേന്റെ പോസിറ്റീവ് ഇതാണ്, രണ്ടാമത്തേന്റെ പോസിറ്റീവ് ഒരുമിച്ചാണ്. എന്ന് വെച്ചാൽ എന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷൻ അല്ലേ? പോസിറ്റീവുകൾ ഒരുമിച്ച്, നെഗറ്റീവുകൾ ഒരുമിച്ച്, ദാറ്റ് ഈസ് പാരലൽ കോമ്പിനേഷൻ. ഒരാളുടെ എത്രയാണ്? ε0 എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ CP = C1 + C2. ഇവിടെ C1 ഉം C2 എന്താണ്? ഈക്വലാണ്. Therefore 2 × ε0 A/d. Option 4 is correct. Option 4 is the right answer. Option 4. അടുത്ത, the capacitance of a parallel plate capacitor with air as medium is 6 microfarad. എന്ന് വെച്ചാൽ ε0 A/d, that is equal to 6 microfarad. With the introduction of a dielectric medium, the capacitance become 30 microfarad. അപ്പോൾ C is equal to ε0 εr A/d. That is equal to εr into 6 microfarad. The permittivity of the medium. Therefore, εr is equal to നമുക്ക് എന്ത് കിട്ടി? εr അല്ല, അതിന്റെ വാല്യൂ എത്ര? 30. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ആസ് 30 മൈക്രോഫാരഡ്. ദിസ് ഈസ് 30 മൈക്രോഫാരഡ്. ഓർ εr അപ്പം എന്തായി? ഡിവൈഡ് ചെയ്താൽ 5 മൈക്രോ അല്ലെ? 30 divided by 6, 5 എന്ന ആൻസർ കിട്ടി. എപ്സിലോൺ ആണ് ചോദ്യം. ദാറ്റ് ഈസ് ε0 എപ്സിലോൺ ആണ്. 8.85 into 10⁻⁻12 into 5. That is equal to ING 25, IR 30, 32, ബാക്കി 3, 8, ഇവിടെ തെറ്റില്ലോ. ING 25, അപ്പോൾ ഇവിടെ 40, 44, ബാക്കി 4, 44. റെഡി അല്ലേ? into 10⁻⁻12.
that is equal to option നോക്ക് yes 0.44 into 10 raised to minus 10. Option 3 is the right answer. Option 3 is correct. Next, what will be the equivalent resistance between the 2 points A and D? A ഇതാണ് D ഇതാണ്. ഓക്കെ, അപ്പോൾ എ ഡി ആകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആ എയും ഡിയും തമ്മിലുള്ളതാണ് ചോദ്യം കേട്ടോ, എ ആൻഡ് ഡി. അപ്പൊ ഇയാൾ സർക്യൂട്ടിൽ വരുന്നില്ല, ഇയാൾ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതും എന്താണ് 20, ഇതെത്ര 20, ആ 20യും 20യും എന്താ പാരലൽ. 20 പാരലൽ ആകുമ്പോൾ 20/2 അപ്പൊ 10 ആയി. അപ്പൊ ഇത് മൊത്തം 10. ആൻസർ ഈസ് 30. ഓപ്ഷൻ 3. മനസ്സിലായോ? എ ആൻഡ് ബി അല്ല, എ ആൻഡ് ഡി ആണ്. അപ്പൊ നോക്കൂ, കറണ്ടിന് ഇതിൽ കൂടെ വന്നിട്ട് പിന്നെ ഇതിൽ അങ്ങോട്ട് പോവോ? അപ്പൊ ഇയാളും സർക്യൂട്ടിലില്ല. ദെൻ ദിസ് ഈസ് 20, ദിസ് ഈസ് 20. അപ്പൊ 20യും 20യും പാരലൽ. അപ്പൊ എന്തായി 20/2 10 ആയി. ആ 10ഉം ഈ 10ഉം സീരീസ് 30. ഓക്കെ, നെക്സ്റ്റ്. Which of the following graphs shows the variation of magnetic induction B with a distance R from a long wire carrying current? B is equal to mu 0 I divided by 2 pi R, or B proportional to 1 by R. B proportional to 1 by R. ഏതാ ഗ്രാഫ്? റെസിപ്രോക്കൽ ഫംഗ്ഷൻ. റെഡി? യെസ്. അടുത്തത്. A bar magnet of magnetic moment M and a pole strength small m is cut. ബാർ മാഗ്നറ്റിന്റെ കട്ടിംഗ് ആണ്. നമുക്കറിയാം പോൾ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇനി അതിനെ എവിടെ കട്ട് ചെയ്തു? ഈക്വൽ ലെങ്ത് L/2. ഓക്കെ, അപ്പൊ ലെങ്ത് L/2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോൾ സ്ട്രെങ്ത് മാറാൻ പോണില്ല. പോൾ സ്ട്രെങ്ത് M തന്നെയാണ്. ദ മാഗ്നറ്റിക് മൂവ്മെന്റ് ആൻഡ് പോൾ സ്ട്രെങ്ത് സ്മോൾ എം. അതെന്താ സ്മോൾ എം തന്നെ. അപ്പോൾ ദിസ് ഈസ് റോങ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ്. ഇനി ഡൈപോൾ മൂവ്മെന്റ് എന്താ? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. ലെങ്ത് ഹാഫ് ആയതാൽ അപ്പൊ പോൾ സ്ട്രെങ്ത്തിൽ മാറ്റില്ല, അപ്പോ ലെങ്ത് ഹാഫ് ആയി. Therefore ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. മനസ്സിലായോ? M is equal to small m into length 2L. അപ്പൊ ലെങ്ത് ഹാഫ് ആയി കഴിഞ്ഞാൽ ഡൈപോൾ മൂവ്മെന്റ് ഹാഫ് ആവും. പോൾ സ്ട്രെങ്ത് ഹാഫ് ആണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ പോൾ സ്ട്രെങ്ത് ഹാഫ് ആവും. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത്. എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 400 ohm is placed in a magnetic field if the magnetic flux linked with the coil varies with the time as phi is equal to so and so. Current in the coil at t is equal to 2 seconds. കോയിലിന്റെ റെസിസ്റ്റൻസ് എന്നിട്ട് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് ആദ്യം കാണണം അല്ലേ. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു d∅/dt. ദാറ്റ് ഈസ് ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100t + 0, അപ്പൊ 100t ആയി. അപ്പോ EMF at t is equal to 2 seconds എത്ര? 100 into 2, that is equal to 200 volt. ഇനി കറണ്ട് I is equal to E divided by R. That is 200 divided by R is 400. That is equal to 0.5 ampere. Option 1 is correct. Option 1 is the right answer. അടുത്തത്. Power delivered by the source of current becomes maximum. Power maximum ആവല്ലേ എപ്പോഴാ? പവർ മാക്സിമം കറണ്ട് വരണം. മാക്സിമം കറണ്ട് വരല് റെസിസ്റ്റൻസ് സെഡ് ഏറ്റവും മിനിമം ആകുമ്പോൾ സെഡ് ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ 6 ആണ്. അതെപ്പോഴാണ്? XL = X, റെസൊണൻസ് കണ്ടീഷനിലാണ്. XL = XC എന്ന് കിട്ടുന്ന സമയത്ത്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. നെക്സ്റ്റ്. The electric and magnetic fields associated with an electromagnetic wave propagating along plus z axis. ഇത് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ. പ്ലസ് z ആക്സിസിൽ. അപ്പൊ E×B യുടെ ഡിറക്ഷനിലല്ലേ EM വേവ് പോവാ? E×B. അപ്പൊ E×B ഇത് അപ്പൊ E×B എടുത്തു കഴിഞ്ഞാൽ Z കിട്ടണം. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ 4 തന്നെ. കാരണം നോക്കൂ,
ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കെ ക്യാപ്പ് കിട്ടും. ശരിയല്ലേ? ഓക്കെ, കെ ക്യാപ്പ്. ഓപ്ഷൻ 4 is correct. Option 4 is the right answer. A ray is reflected in turn by three plane mirrors mutually at right angles to each other. The angle between the incident ray and the reflected rays. Angle answer 180 ഡിഗ്രിയാണ്. ആൻസർ 180 ഡിഗ്രിയാണ്. അതിന്റെ പ്രൂഫ് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് പറയാം കേട്ടോ. ഐഡിയ ഞാൻ പറയാം. ഇപ്പോൾ 2 പ്ലെയിൻ മിറേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് 90 ഡിഗ്രി എന്ന് വിചാരിക്കാം. 2 പ്ലെയിൻ മിറേഴ്സ്, രണ്ടെണ്ണത്തിന്റെ കേസ്, രണ്ടെണ്ണത്താണെങ്കിലും ആൻസർ 180 ആണ്. രണ്ടെണ്ണാണെങ്കിലും ആൻസർ 180 ആണ്. ഇതിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. നിങ്ങൾ ഇൻസിഡന്റ് ചെയ്താൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ രൂപത്തിൽ ഇങ്ങനെ പോകും. രണ്ടെണ്ണാണെങ്കിൽ തന്നെ ഇതാണ് കേസ്. ഇനി അപ്പൊ അവിടെ ഞാൻ ഈ പറഞ്ഞ ഐഡിയ രണ്ടെണ്ണത്തിനും മൂന്നെണ്ണത്തിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറയാം. 3 ആക്ച്വലി ബേസിക്കലി നിങ്ങളത് ആൻസർ ബൈ ഹാർട്ട് ആക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞ ഐഡിയ 2Dയിലേക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടും, 3Dയിലേക്ക് മറ്റും കിട്ടും. ഞാൻ പറയുന്ന ഐഡിയന്റെ ചെറിയൊരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ഗ്യാസിന്റെ ഡെറിവേഷൻ ചെയ്തത് ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തു വെച്ച ഡെറിവേഷൻ ആണത്. അവിടെയൊക്കെ ആ ഐഡിയ ശരിക്കും ഇങ്ങനെ സംസാരിക്കണം ചെറുതായിട്ട്. ഐ വിൽ ടെൽ യു. ഒരു റേ ഓഫ് ലൈറ്റ്, അപ്പൊ നിങ്ങളുടെ താല്പര്യമുള്ളവർ മാത്രം മതി കേട്ടോ, അല്ലാത്തൊരു ബൈ ഹാർട്ട് ആക്കിയിട്ട് വേഗം മുന്നോട്ട് പോവാം. റേ ഓഫ് ലൈറ്റ് 3ലും കൂടി ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ റേ ഓഫ് ലൈറ്റ് വരുന്നത്, മനസ്സിലാക്കണം. 3ലും കൂടെ ടച്ച് ചെയ്യും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അതിനൊരു 3 ഡയമെൻഷണൽ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. XIK പ്ലസ് YJK പ്ലസ് ZKK കൊടുക്കുക. ഫസ്റ്റിൽ ഇൻസിഡന്റ് ചെയ്തിട്ട് അത് അടുത്ത പ്ലെയിനിലേക്ക് പോകുക. XY പ്ലെയിനിലാണ് അത് ഇൻസിഡന്റ് ചെയ്യുന്നത് വിചാരിക്കുക. XY പ്ലെയിനിലാണ് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ റിഫ്ലക്റ്റഡ് റേൻ എടുക്കുമ്പോൾ അതിന്റെ X കമ്പോണന്റിനും Y കമ്പോണന്റിനും ചേഞ്ച് ഉണ്ടാവില്ല. Z കമ്പോണന്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത പ്ലെയിനിൽ അത് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? അതിന്റെ അടുത്ത കമ്പോണന്റ് റിവേഴ്സ് ചെയ്യും. അതായത് Z അല്ല XY അതിലേതെങ്കിലും ഒന്ന് ഇത് ചെയ്യും. മൂന്നാമത്തേൽ എത്തുമ്പോൾ അടുത്ത കമ്പോണന്റ് റിവേഴ്സ് ചെയ്യും. ആൻഡ് ആൾ ടുഗദർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക പിന്നെ മൈനസ് ഓഫ് XIK പ്ലസ് YJK പ്ലസ് ZKK ആയിരിക്കും റിഫ്ലക്റ്റഡ് വേവ് നിങ്ങൾക്ക് കിട്ടാം, റിഫ്ലക്റ്റഡ് ആയി കിട്ടുക. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഐഡിയ. അതേ ഐഡിയ നിങ്ങൾക്ക് ഇവിടെയും വെക്കാം. ഇവിടെ ഇപ്പോൾ 2 കമ്പോണന്റ് ഉണ്ടാവുള്ളൂ എന്ന് നോക്കിയാൽ മതി. അത് ഓക്കെ. അപ്പോ ഈ ഡയഗ്രം ഇതിന്റെ അല്ല കേട്ടോ, ഇത് നേരെ അങ്ങോട്ട് പറയരുത്. ഇത് 3 ഡയമെൻഷൻ ആണ് ചോദിച്ചത്. ദിസ് ഈസ് 2D. ഇത് 2D ആണ്. ഇത് 2 മിറേഴ്സ് ആണ്. ഞാൻ പറഞ്ഞത് 3 മിറേഴ്സിന്റെ കേസ് തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞത് അതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അടുത്തേക്ക് പോവാം. Figure given below shows a beam of light converging at point P. Okay, ഡയഗ്രത്തിലുണ്ട്. When a concave lens of focal length 16 cm is introduced in the path of the beam at a place O as dotted line such that OP becomes, എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോൺകേവ് ലെൻസ് അല്ലെ, കോൺകേവ് ലെൻസ് ഞാൻ വെക്കാൻ പോവാണേ. ഇവിടെ കോൺകേവ് ലെൻസ് വെക്കാൻ പോവാണ്. അങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിച്ചത്? concave lens introduced in the path of such that becomes axis. The beam converges at a distance x. അപ്പോൾ ഇത് ഡൈവേർജ് ചെയ്യാണല്ലോ ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി ഡൈവേർജ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് മറ്റൊരു പോയിന്റിലേക്ക് എത്തുന്നത്. സപ്പോസ് ഓക്കെ, ഡൈവേർജ് ചെയ്തിട്ട് അവിടെ എത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? ദ വാല്യൂ ഓഫ് എക്സ്. ദ ബീം കൺവേർജസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലെൻസ്. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്. ദിസ് ഈസ് എക്സ്. റെഡി? ദ വാല്യൂ ഓഫ് എക്സ്. അപ്പൊ ഒന്നുമില്ല, ഇത് നമുക്ക് ഈ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇയാളാണ് ഒബ്ജക്റ്റ്, വെർച്വൽ ഒബ്ജക്റ്റ്. ഇമേജ് ഇതാണ്. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
അപ്പോൾ അതിന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ദാറ്റ് ഈസ് ലെൻസ് ഫോർമുല 1/f is equal to 1/v minus 1/v. I repeat the concept again. Considering this lens, the object is at P, which is a virtual object, and the final image is formed over here. Okay, the final image ഞങ്ങളുടെ I എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ -1/6. കോൺകേവ് ലെൻസിന്റെയും കോൺകേവ് മിററിന്റെയും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്. വി നമുക്കറിയില്ല. വി മൈനസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് നോക്കൂ, പോസിറ്റീവ് ആയിട്ട് കണ്ടു. ഇവിടെ നെഗറ്റീവ് അല്ല, പോസിറ്റീവ്. കാരണം ഇൻസിഡന്റ് റേന്റെ അതേ ഡിറക്ഷനിലാണ് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. അപ്പോൾ 1/12. Therefore 1/v equal to 1/12 minus 1/16. That is equal to LCM 12 16 48 അല്ലേ? ഓക്കെ, അപ്പോൾ 4 minus 3, that is 1/48. or v equal to 48. ആ v എന്നല്ലടാ നമ്മുടെ x അല്ലേ? ആ v ആണ് x. This is equal to v, or x is equal to 48 centimeters, the final answer. ഇത് റീസെന്റ് നീറ്റിന് ചോദിച്ച ക്വസ്റ്റൻ അല്ലേ തോന്നുന്നുണ്ട്. 2021 22 നീറ്റിന് ചോദിച്ചിട്ടുണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two waves represented by y is equal to y1 is equal to a sin omega t, y2 is equal to b cos omega t as a phase difference of. രണ്ടിനും സൈനിലേക്ക് മാറ്റുക. അപ്പോൾ y1 ഓൾറെഡി സൈൻ a sin omega t, y2 is equal to b cos omega t, that is equal to b sin cos omega t ആണ് sin omega t plus pi/2. അപ്പോൾ ഈ 5 ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. that is pi/2 is the right answer. pi/2 is correct. pi/2. Question number 37. In Young's double slit experiment, the fringe width is beta. The entire arrangement is placed in a liquid whose refractive index n, new fringe width beta by n. ഒക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ എ and lambda b falls on two identical metal plates A and B respectively. Maximum kinetic energy of photoelectrons is K and Kb respectively. Then which of the following relations is true? Also given lambda A equal to 2 lambda. ഒന്നുകൂടി വായിക്കട്ടെ. Light of wavelength lambda A, lambda B falls on two identical metal plates A and B respectively. Maximum kinetic energy. Okay. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. KA is equal to ആരാം? KA is equal to ഇൻസിഡന്റ് വേവ് ലെങ്ത്തിന്റെ ടേമിലാണ്. അപ്പോൾ HC ഡിവൈഡഡ് ബൈ ലാംഡ എ മൈനസ് 5 വേവ് ഫംഗ്ഷൻ, വർക്ക് ഫംഗ്ഷൻ കുഴപ്പമില്ലല്ലോ. അതിൽ KA. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ കൊടുക്കാം. KA ഞാൻ ഒരു KBന്റെ ഇക്വേഷൻ കൂടി എഴുതാം. KB is equal to HC divided by lambda b minus 5. That is KB. 2 lambda b. Okay. Now K നമ്മൾ തുടരാണ്. KA is equal to HC divided by 2 lambda b minus 5. അതിൽ HC നോക്കുക. ഇവിടുന്ന് HC ഡിവൈഡഡ് ബൈ ലാംഡ ബീനെ ഞാൻ KB പ്ലസ് 5 എന്ന് കൊടുക്കുക. KB പ്ലസ് 5 അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു HC ബൈ ലാംഡ ബി ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി 1/2 ഇൻറ്റു അതിനെ ഞാൻ KB പ്ലസ് 5 മൈനസ് അവിടുത്തെ നമ്മളെ 5 KB നമ്മളെ റിലേഷൻ ആണ്. എന്തോ സെറ്റായോ? ആയല്ലോ. ആയി. The KB divided by kinetic energy of B divided by 2 plus 5/2 minus 5. That is equal to KB by 2 minus 5/2. KB equal to K. ഇതിമെന്ന് എന്തോ കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ K എന്ന് പറഞ്ഞാൽ ഹാഫ് KB പിന്നെയും 5 കുറച്ചതാ. ഇതെന്താ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത്?
എന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ബിന്റെ കൈനറ്റിക് എനർജിന്റെ പകുതി പോലും ഇല്ല. അതിൽ നിന്ന് ഉത്തരം കുറക്കണം. മനസ്സിലായോ? ഒന്നുകൂടെ. എന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിന്റെ കൈനറ്റിക് എനർജിന്റെ പകുതി കൂടെ ഇല്ല ഉണ്ടോ? ബിന്റെ കൈനറ്റിക് എനർജിന്റെ പകുതി വെച്ചാൽ കെ ഇസ് ഈക്വൽ ടു കെ ബി ബൈ 2 എന്നാ. ഈ കെ ബി ബൈ 2 വേറെ സാധനം കുറച്ചാലേ കെക്ക് ഈക്വൽ ഉള്ളൂ. ദാറ്റ് മീൻസ് കിട്ടിയടാ, കെ എ ഈസ് ലെസ് ദാൻ കെ ബി ഡിവൈഡഡ് ബൈ 2. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. The masses of two particles having same kinetic energy are in the ratio 1:2. Then their de Broglie wavelengths are in the ratio. അപ്പോൾ de Broglie wavelengthന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം വി. ദാറ്റ് ഈസ് ഈക്വൽ കൈനറ്റിക് എനർജിന്റെ ടേമിൽ. അപ്പോൾ √2mk. ഓക്കെ. Therefore lambda proportional to 1/√m. കാരണം k കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ then lambda 1 divided by lambda 2, that is equal to 1m2 divided by m1 ന്റെ റൂട്ട്. അപ്പൊ അതെത്ര? അത് 2/1 ന്റെ റൂട്ടാണ്. That is √2:1 is the final answer. Option 3 is correct. Option 3 is correct. Question number 40. In terms of Rydberg constant R, the wave number of first Balmer line. Balmer series എന്ന് പറയുമ്പോൾ നമ്മുടെ സീരീസ് ആണ്, വിസിബിൾ ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. n is equal to 2 ലേക്കാണ് വരിക ഫ്രം ഹയർ ഓർഡർ. അപ്പോൾ n is equal to 3യിൽ നിന്ന് n is equal to 2 ലേക്ക് വരിക. ഫസ്റ്റ് മെമ്പർ. This is the first member. അപ്പോ വേവ് ഇൻ ടേംസ് ഓഫ് റിഡ്ബർഗ് ഫോർമുല ആണോ എന്താ ചോദ്യം? വേവ് നമ്പർ എന്താണ്? വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ ലാംഡ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/λ ഈക്വൽ ടു ആർ സെഡ് സ്ക്വയർ. ഇവിടെ ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ ആർ ഇൻറ്റു 1/2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/4 മൈനസ് 1/9. That is r into LCM 36 എടുക്കാം. 9 minus 4. 9 minus 4 എത്രടാ? 5. അപ്പോൾ 5r divided by 36. Yes, option 3 is correct. Option 3 is the right answer. അടുത്തത് question number 41. The Lyman series in hydrogen spectrum എന്താണ്? അൾട്രാവയലറ്റ്. ലാമൻ മാത്രമാണ് UV അല്ലേ? ബാമ സീരീസ് വരുമ്പോൾ വിസിബിൾ ലൈറ്റ്, പിന്നാണ്ടൊക്കെ എന്താണ്? ഇൻഫ്രാറെഡ് ആണ്. അടുത്തത് at the first minimum adjacent to the central maximum of a single slit diffraction pattern. Okay. Phase difference between the Huygens wavelet from the edge of the slit and the wavelet from the midpoint of the slit is. ക്വസ്റ്റ്യൻ വായിക്കട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കട്ടെ. അറ്റ് ദ ഫസ്റ്റ് മിനിമം adjacent to central maximum. ready? Single slit difference, the phase difference between Huygens wavelet. മനസ്സിലായി. സാധാരണ നമ്മള് സിംഗിൾ സിറ്റ് ഡിഫ്രാക്ഷനിൽ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും ഒക്കെ പറയുന്നത് എങ്ങനെ? ഞാൻ ആ ഡയഗ്രാം വരക്കാം. നോർമലി നമ്മൾ സംസാരിക്കല് ഇപ്പൊ നമ്മൾ എ സൈൻ തീറ്റ എന്നൊക്കെ പറയണ്ടല്ലോ, അതെന്താ സംഭവം? ആ എ സൈൻ തീറ്റ എന്ന് പറയുന്നത് സ്ലിറ്റിന്റെ എഡ്ജുകൾ തമ്മിലുള്ള പാത്ത് മീൻസ്, അതായത് ഇവിടുന്ന് പോകുന്ന ഒരു വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് ഇത്. ആ പാത്ത് ഡിഫറൻസ് അത് ആ സമയത്തുള്ള ഫേസ് ഡിഫറൻസ് നമ്മൾ പറയാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ മിനിമത്തിന്റെ കേസ് ആണല്ലോ പറഞ്ഞത്. മിനിമത്തിന്റെ കേസിൽ നമ്മളെ ഇക്വേഷൻ ശരിക്കും ബേസിക് ഇക്വേഷൻ എന്താ? പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എ സൈൻ തീറ്റ എൻ ഈക്വൽ ടു എൻ ലാംഡ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ. പക്ഷേ ഇവിടെ ഈ പാത്ത് ഡിഫറൻസ് അല്ല പറഞ്ഞത്. ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഇതുമാണ്.
ഇവിടുന്നുള്ളത്. ഇവിടെ പറഞ്ഞത് ഈ ഒരറ്റവും പിന്നെ ഇതിന്റെ മിഡ് പോയിന്റും തമ്മിലാ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഒന്ന് ഈ പോയിന്റും ഒന്ന് ഇതുമാണ് പറഞ്ഞത്. കണ്ടാ, ഇങ്ങനെ സംസാരിച്ച്. ഓക്കെ, നിക്കട്ടെ. അപ്പോ എന്നിട്ട് ഫസ്റ്റിലല്ലേ, ഓക്കെ, ഫസ്റ്റ് മിനിമം ആണെങ്കിൽ മക്കളെ, ഫസ്റ്റ് മിനിമം ശ്രദ്ധിക്കണേ, ഫസ്റ്റ് മിനിമം ആണെങ്കിൽ n=1 ആണെങ്കിൽ ഈ ഇക്വേഷൻ അവിടെ എന്താ വരിക? a sin theta equal to lambda. a sin theta is equal to lambda. ഏത്, ഞാൻ നമ്മുടെ കേസിൽ ഈ സെന്റർ പോയിന്റ് എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ബേസിക്, ആക്ച്വലി നമ്മൾ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും ഒക്കെ പറയുന്ന ആ കണ്ടീഷനാണ് ഞാൻ കൊടുത്തത്. അപ്പൊ ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് പാത്ത് ഡിഫറൻസ് ഇല്ല. ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് മിനിമത്തിലേക്ക് ഇവിടുന്നുള്ള പാത്ത് ഡിഫറൻസ് ആണത്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത്, കാരണം പാത്ത് ഡിഫറൻസ് കിട്ടിയാൽ പിന്നെ ഫേസ് ഡിഫറൻസ് കിട്ടും, അത് പ്രശ്നമില്ല. ഫേസ് ഡിഫറൻസ് അവിടെ ചോദിച്ചത്. അപ്പൊ പാത്ത് ഡിഫറൻസ് ഒന്ന് തീരുമാനമാക്കാം. നമുക്ക് ഫേസ് ഡിഫറൻസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാം. അപ്പൊ ഇതും തമ്മിലുള്ള, ഒന്നുകൂടെ പറയാണ്, ഇതാണ് ഇത്. നമുക്ക് വേണ്ടത് ഇതുമാണ് മക്കളെ. കണ്ടോ, ഇത് ലാംഡ ആണെങ്കിൽ ഇത് എത്ര? ഇത് λ/2. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് എ, ദിസ് ഈസ് എ, ഇതെത്ര? ഇത് a/2 ആണ്. അപ്പോൾ ഇനി നമ്മുടെ കേസിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു, ഇത് ഞാൻ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആ കാര്യങ്ങൾ കൊടുക്കട്ടെ. നമ്മുടെ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് എ ഉണ്ടാവില്ല, അത് a/2 സൈൻ തീറ്റ ആണ്. അതാണ് നമുക്ക് λ/2 എന്ന് കിട്ടുക. ഇത് തമ്മിൽ വെട്ടിപ്പോയിട്ട് കാര്യമില്ല കേട്ടോ. അതല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇതാണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു λ/2 ആണ്. അതായത് ഈ പോയിന്റും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നമുക്ക് λ/2 ആണ്. λ/2. ഓക്കെ, കഴിഞ്ഞു. ഇനി സിമ്പിൾ. അപ്പോ കറസ്പോണ്ടിങ് ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു എന്താ? 2π/λ into delta x. That is 2π/λ into lambda. 2π ആൻസർ ഉണ്ടോ? 2π ആൻസർ ഇല്ലേ? ഓ, ലാംഡ അല്ല, λ/2. ഓക്കെ, അപ്പൊ 2 കട്ട് ചെയ്തു. 2 കട്ട് ചെയ്താല് λ പൈ ഈസ് ദ റൈറ്റ് ആൻസർ. പൈ റേഡിയൻ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. അത് കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ ആ പെട്ടിയിലാക്കിയ സംഭവം എന്താണ്? അത് ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള പാത്ത് ഡിഫറൻസ് ഇക്വേഷൻ. ഫസ്റ്റ് എന്ന് വെച്ചാൽ സ്ലിറ്റിന്റെ എക്സ്ട്രീം എൻഡിൽ നിന്ന് ഫസ്റ്റ് മിനിമത്തിലേക്ക് രണ്ട് വേവ്ലെറ്റുകൾ എത്തുമ്പോഴുള്ള പാത്ത് ഡിഫറൻസ് ആണ് a sin തീറ്റ ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞത്. നമുക്കതിന്റെ പകുതിയാണ്, അപ്പൊ λ/2 ആണ്. അതാണ് ഞാൻ ഈ ഡയഗ്രത്തിൽ ഇത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following emission of electrons does not take place? Thermionic emission പറ്റും, X-rays emission, ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ പറ്റും, സെക്കൻഡറി എമിഷൻ, ഇതൊക്കെ എന്താ അറിയാം. പക്ഷെ ആരെ ആൻസർ? എക്സ്റേ എമിഷൻ എന്ന് പറഞ്ഞാല് ആ ഇന്റേണൽ എനർജി ലെവലിൽ ഇത് നടക്കുന്ന സമയത്താണ് എക്സ്റേ എമിഷൻ നടക്കുന്നത്. മറ്റേ തെർമോണിക് എമിഷന് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതിനെ കംപ്ലീറ്റ് ഓരോന്നും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, വാ അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 44. ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലെ? ഓക്കെ, നോക്കൂ, ഇത് -10 വോൾട്ട്, -10 വോൾട്ട്. ഇവിടെ മൈനസ് വരുമ്പോൾ ഇത് മൈനസ് അല്ലേ? ഓക്കെ, ഇത് -2 ആണ്. കാണുന്നുണ്ടല്ലോ അത്? ഇത് -10 കേട്ടോ. അവിടെ ഒരു കാഴ്ചക്കുറവുള്ള പോലെ ഉണ്ട്. -10, ഇത് -2 വോൾട്ട്. -10ഉം -2 വോൾട്ടും. അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാലോടോ, ഇത് -10 ആകുമ്പോൾ ഇത് മോർ നെഗറ്റീവും ഇത് ലെസ് നെഗറ്റീവും ആണ്. എന്ന് വെച്ചാൽ ഇതാണ് മോർ നെഗറ്റീവ് വേണ്ടത്. അപ്പൊ ഇത് റിവേഴ്സ് ബയാസ്ഡാ. ദിസ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്, അപ്പൊ ഡസ് നോട്ട് കണ്ടക്ട്. അതുപോലെ തന്നെടാ ഇതും. ഇതിൽ മോർ മീൻസ് ഹയർ പൊട്ടൻഷ്യൽ അല്ലേ ഇത്? ഇത് ലോവർ പൊട്ടൻഷ്യലാ. ഹയർ പൊട്ടൻഷ്യൽ ആവുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതും കണ്ടക്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ ദ ഡയോഡ്സ് ആർ റിവേഴ്സ് ബയാസ്ഡ്, ഹെൻസ് ഡു നോട്ട് കണ്ടക്ട്. പിന്നെ ഓൺലി വേ എന്താ? ഇവിടുന്ന് ഇതിലൂടെ വരുന്നു, പിന്നെ ഇതിലൂടെ പോകുന്നു, ഇങ്ങനെ എത്തുന്നു. എന്താ കാണേണ്ടത്? ഈക്വലന്റ് റെസിസ്റ്റൻസ്.
അപ്പൊ ഇത് മൂന്നും സീരീസ് 8ഉം 2ഉം 10ഉം 6ഉം 16 ആൻസർ ഉണ്ടോ? 16 ഓം ഇസ് ദ റൈറ്റ് ആൻസർ. 16 ഓം ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം മൂന്നും സീരീസിലി കണക്റ്റഡ് ആണ്. അടുത്തതിലേക്ക് പോകും. Which of the following gates will have an output of 1? അത് നോക്കിയാൽ ഇത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ ഇത് 0, ഇത് ഓർ ഗേറ്റ് ആണ്. ഓറും പിന്നെ അറ്റത്തൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ, കണ്ടാ? ഓക്കെ, നോട്ട്. അപ്പോ നോറാണത്. 0 1 ഇവിടെ നമുക്ക് 1 കിട്ടും, -0 കിട്ടും, ഇവിടെ 0. അടുത്ത് നോക്കൂ 1 0, ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ടിൽ ആദ്യം അവിടെയും ഇത് നാൻഡ് ആണ്, നോട്ട് പ്ലസ് ആൻഡ് ആണ്. അപ്പൊ ഇവിടെ 0 0 ഇവിടെ ഓക്കെ 1 ആയി. അപ്പൊ എന്താ വെച്ചാൽ ഔട്ട്പുട്ട് എന്താ വേണ്ടത്? ഔട്ട്പുട്ട് 1. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3. അവിടെ നിന്ന് ബൂലിയൻ ആൽജിബ്ര എന്ന് വെച്ച് സമയം കളയേണ്ട ആവശ്യമില്ല, നേരിട്ട് വന്ന് നോക്കിയാൽ തന്നെ ഒറ്റടിക്ക് കിട്ടും. റെഡി? അടുത്ത് shown below is the distribution of charges. The flux of the field due to these charges through the surface x. ഇതാണ് സർഫസ് എക്സ്. അപ്പൊ ഫ്ലക്സ് എന്താ? ഫ്ലക്സ് phi is equal to charge enclosed divided q enclosed divided by epsilon 0. 2q divided by epsilon 0 is the right answer. Option 2 is correct. Option 2. Now question number 47. ഇതൊക്കെ കാണുമ്പോഴേക്കും ആൻസർ വിളിച്ചു പറഞ്ഞൂടെ? അതൊക്കെ നമ്മൾ എത്ര കണ്ടോഷൻ അല്ലേ? 4 പ്ലേറ്റ്സ്. അപ്പൊ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ പ്ലസ് കിട്ടി, ഇവിടെ പ്ലസ് കിട്ടി, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. പ്ലസും മൈനസും കപ്പാസിറ്റർ 1, മൈനസ് മൈനസ് കപ്പാസിറ്റർ അല്ല, പ്ലസ് മൈനസ് കപ്പാസിറ്റർ 2. അപ്പൊ 2 കപ്പാസിറ്റർ ഉള്ളത്, 2 കപ്പാസിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ C1 ഈക്വൽ ടു C2 ഈക്വൽ ടു എപ്സിലോൺ 0 A/D. അത് കിട്ടി. കഴിഞ്ഞില്ല. ഇനി ഇതെന്ത് കണക്ഷനാ? ഒന്നാമത്തെ പോസിറ്റീവ് എങ്ങോട്ടാ കണക്ട് ചെയ്ത്? എയിലേക്ക്. രണ്ടാമത്തെ പോസിറ്റീവ് എന്താ? എയിലേക്ക്. ഒന്നാമത്തെ നെഗറ്റീവ് ബി, രണ്ടാമത്തെ നെഗറ്റീവ് ബി. പോസിറ്റീവുകളൊക്കെ ഒരുമിച്ച്, നെഗറ്റീവുകളൊക്കെ ഒരുമിച്ച്. ഏതാ കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. Therefore CP is equal to C1 plus C2, that is 2 epsilon 0 A/D. 2 epsilon 0 A/D. Option 1 is correct. Now question number 48. A solenoid has length 0.4 meter, radius 1 centimeter, 400 turns. If the current of 5 ampere is passed through the solenoid, what is the magnetic field inside the solenoid? What is the magnetic field inside the solenoid? See, B is equal to mu 0 Ni. Mu 0 4 pi into 10 raised to -7 into n നോക്കൂ, നമ്പർ ഓഫ് ടേൺസ് 400 ആണ്, ഡിവൈഡഡ് ബൈ ലെങ്ത് എത്ര? 0.4 എന്ന് വെച്ചാൽ 4 into 10 raised to -1 ഇൻറ്റു കറണ്ട് എത്രടാ? 5 ആംപിയർ. വെട്ടിക്കോ, 4 വെട്ടി. ബാക്കി ആരാളുള്ളത്? 4 5 20. ഓക്കെ, കഴിഞ്ഞു. 4 5 20. അപ്പോൾ അവിടെ 20ഉം പിന്നെ 2 0, പിന്നെ 10 raised to -7 പൈൻ്റെ പൈ ഇൻറ്റു 10 raised to -7ഉം ഈ താഴെയുള്ള -1ഉം കട്ട് ചെയ്തു, 10 raised to -6. ഇനി ദാറ്റ് ഈസ് 2 പൈ ഇൻറ്റു 10 raised to -3. പൈ എന്ന് പറഞ്ഞാൽ 3.14, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6.28 ഇൻറ്റു 10 raised to -3. ടെസ്ല ആൻസർ ഉണ്ടോ? Option 2 is correct. Option 2 is the right answer. Now question number 49. The fundamental frequency in an open organ pipe is equal to, okay, ആദ്യത്തത് ഓപ്പൺ ആണ്, is equal to third harmonic of a closed organ pipe. ഇത് fundamental frequency. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ എൻ ഓപ്പൺ ഓർഗൻ പൈപ്പ്. അപ്പോൾ അത് ഓപ്പൺ ആവുമ്പോൾ ലെങ്ത് ഡിഫറെന്റ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്, അതാണ്. ഓക്കെ റെഡി. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പണിന്റെ എന്താണ്? ഓക്കെ, തേർഡ് വൺസ് അഗൈൻ ഇൻ എൻ ഓപ്പൺ ഫണ്ടമെന്റൽ ഓഫ് ഓപ്പൺ. അപ്പൊ ആദ്യം അതിന്റെ ഇക്വേഷൻ എഴുതാം. ഫണ്ടമെന്റൽ ഓഫ് ഓപ്പൺ എന്ന് പറയുമ്പോൾ V ഡിവൈഡഡ് ബൈ 2L, ദാറ്റ് ഈസ് ഈക്വൽ ടു
V by 2L fundamental equal to അത് 3 times ready അല്ലേ 3 times അപ്പോൾ V divided by 4L dash. ഓക്കെ ഒന്നുകൂടി നമ്മൾ എഴുതിയ ശരിയല്ലേ, മാറിയില്ലല്ലോ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ എൻ ഓർഗൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് അത് V by 2L ഈസ് ഈക്വൽ ടു തേർഡ് ഹാർമോണിക് ഓഫ് ദ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് 4L. ഞാൻ ആരുതാ തന്നത് ക്ലോസ്ഡ് ക്വസ്റ്റ്യനിൽ, അപ്പൊ L ഡാഷ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, L കണ്ടെത്തണം. ഓക്കെ, അതും കൂടെ കൺഫ്യൂഷൻ ആണ്, ഞാൻ ഇവിടെ എഴുതി കേട്ടോ. ദിസ് ഈസ് 20 സെന്റിമീറ്റർ ആൻഡ് യു നീഡ് ടു ഫൈൻഡ് L. ഓക്കെ, ഇനി എൻ്റെ കട്ട് ചെയ്തൂടെ, വി കട്ട് 2 കട്ട്, ഇവിടെ 2 കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് therefore L നെ അങ്ങോട്ട് കൊണ്ടുപോവാം. therefore L is equal to L അങ്ങോട്ട് കൊണ്ടുപോയി 2/3 2/3 2 അങ്ങോട്ട് പോയി, ഒന്നുകൂടെ L അങ്ങോട്ട്, അപ്പൊ 3L വരുമല്ലോ. യെസ്, 3L ഈക്വൽ ടു 2L ഡാഷ്. am I right? ഓക്കെ, നമുക്ക് L ആണ് വേണ്ടത്. therefore L is equal to 2/3 into 20, 40 divided by 3 centimeter. 40/3 എന്ന് പറഞ്ഞാൽ 4 1 പിന്നെ 1 10 3 13 അല്ല 10 3 1 അപ്പൊ 13.33 സെന്റിമീറ്റർ. Option 1 is correct. Option 1 is the right answer. Option 1. Ready le? Option 1. Now the last question of the paper. Question number 50. A candle of diameter D is floating on a liquid in a cylindrical container of diameter as shown in figure. If the burning at the rate of 2 centimeter per hour, then the top of the candle will, and then option remains the same height മാറൂല. ഓക്കെ, സംഭവം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഡയഗ്രത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ ഈ ഫ്ലെയിമിന്റെ ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതും കൂടി ആ സാധനമാണെന്നുള്ള നിലക്കാണ് കേട്ടോ. L പകുതി ലെങ്ത് എബവ് ദ സർഫസ്, പകുതി. ഓക്കെ, ആ മൊത്തം കാൻഡിലിന്റെ ഹാഫ് ഔട്ട്സൈഡ് ഹാഫ് ഇൻസൈഡ്. അപ്പൊ ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് ആകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം പറയാം. ഫ്ലോട്ടിംഗ് ആകുമ്പോൾ തന്നെ ഫ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താ? അപ്പാരന്റ് വെയിറ്റ് ഈക്വൽ ടു ദ W അപ്ത്രസ്റ്റ് ഈക്വൽ ടു വെയിറ്റ് അല്ലേ. W ഈക്വൽ ടു എന്തായിരിക്കണം? അപ്ത്രസ്റ്റ് എന്ന് വെച്ചാൽ ബോയിന്റ് ഫോഴ്സ്. W എന്ന് പറഞ്ഞാൽ mg എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെൻസിറ്റി ഒക്കെ പ്രത്യേക ടേം തോന്നില്ലല്ലോ. ഇല്ല. അപ്പൊ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇൻറ്റു വോളിയം ഓഫ് ദ മെറ്റീരിയൽ ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിന്റെ വെയിറ്റ്. ഇവിടെ പകുതിയാണ് ഉള്ളിലുള്ളത്, ശ്രദ്ധിക്കണേ. അപ്പൊ വോളിയം, അപ്പൊ ഇതിനെ പറയുന്നു സിഗ്മ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്, ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു ഇമ്മേഴ്സ്ഡ് പോർഷനിലെ വോളിയം. ഇമ്മേഴ്സ്ഡ് മൊത്തം വോളിയം V ആണ്. ഈ പോർഷന്റെ ഇതാണല്ലോ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ്. ഈ ഭാഗത്തുള്ള ലിക്വിഡ് ആണല്ലോ ഡിസ്പ്ലേസ് ചെയ്ത്. അപ്പൊ ഇതെത്ര? ഇത് V/2. ദിസ് ഈസ് V/2. മനസ്സിലായോ? മൊത്തം വോളിയത്തിന്റെ പകുതി ഇൻറ്റു G. ഓക്കെ, അപ്പോ G കട്ട് V കട്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് റോ ഈസ് ഈക്വൽ ടു sigma/2 or rho by sigma equal to 1/2 equal to constant. അതിലൊന്നുമില്ല, ഇതിൽ ചെയ്യേണ്ട കേസ് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എത്രയാണോ ഇനി ഉള്ളത് ശരിക്കും പിന്നെ ഒരു ലോജിക്ക് മാത്രം മതി ഇനി ചെയ്യാൻ. ഇനി വേറെ നമ്മുടെ കാൽക്കുലേഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ആക്ച്വലി ഇതും നമുക്ക് അത്ര അത്യാവശ്യമില്ല ഇത് പറയാൻ. ഞാൻ പറയാം, നോക്കൂ, ഹാഫ് ഔട്ട്സൈഡ് ഹാഫ് ഇൻസൈഡ്. ഇനി എത്രയാണോ ഇവിടെ മെൽറ്റ് ചെയ്ത്, അപ്പൊ എന്താ സംഭവിക്കുക? മെൽറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ സാധനം മുകളിലേക്ക് ഉയരും.
പക്ഷേ ശ്രദ്ധിക്കണം പറയാം മുകളിലേക്ക് എന്തിനാ മുകളിലേക്ക് ഉയരുന്നത്? ഇപ്പോ താഴെ 5 സെന്റിമീറ്റർ മുകളിൽ 5 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, മെൽറ്റ് ചെയ്തിട്ട് അപ്പൊ താഴെ 5 മുകളിൽ 5 മെൽറ്റ് ചെയ്തിട്ട് 9 സെന്റിമീറ്റർ ആയി. 9 സെന്റിമീറ്റർ ആകുമ്പോൾ ഇനി ഇതെങ്ങനെ നിൽക്കണ്ടേ? ഹാഫ് ഇൻസൈഡ് ഹാഫ് ഔട്ട് സൈഡ്. അപ്പൊ 4.5 ഈ 1 സെന്റിമീറ്റർ മെൽറ്റ് ചെയ്ത് പോയല്ലോ, ആ 1 സെന്റിമീറ്റർ മുകളിൽ നിന്ന് താഴൂല. അപ്പൊ അങ്ങനെ താഴ്ന്നാൽ എന്താ സംഭവിക്കുക? 5 ഉള്ളത് ഇവിടെ മുകളിൽ 4 ആയി, അടിയത്തെ 5 5ആയിട്ട് തുടരും. അങ്ങനെ നിൽക്കുവോ? ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക? 4 4 ആവണം. 4 അപ്പൊ മൊത്തം സാധനം മുകളിലേക്ക് പൊന്തുണ്ട്. പക്ഷെ ഇപ്പോ ആദ്യത്തെ ലെവലിന് അര താന്നും ചെയ്തിന്. ഒന്നുകൂടെ 5 മുകളിൽ 5 താഴെ, മൊത്തത്തിൽ 1 സെന്റിമീറ്റർ മെൽറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആകെ ലെങ്ത് എത്രയായി? 9 ആയി. അപ്പൊ 9 ആകുമ്പോൾ 4.5 മുകളിലും 4.5 താഴെയാവണം. നേരത്തെ മുകളിൽ എത്ര ഉണ്ടായിരുന്നു? 5 ഉണ്ടായിരുന്നു. അപ്പോ ഇനി സംഭവിക്കുന്നത് ഇപ്പൊ എന്താ? ലിക്വിഡ് ലെവലിന്റെ താഴെ നേരത്തെ 5 ഉള്ളത് കൊണ്ട് അത് 4.5 ആവണമെങ്കിൽ മുകളിലേക്ക് പൊന്തണം. എന്നാൽ പഴയ ലെവലിലേക്ക് അത് എത്തോ? ഇല്ല. ഇപ്പൊ മുകളിലും, കാരണം 5 മുകളിലുണ്ടായിരുന്നു, അത് 4.5ലേക്ക് താന്നു, അടിയിന്ന് ഇത് താന്നു. മനസ്സിലാവണ്ട? അടിയിന്ന് പൊന്തി. അപ്പൊ മൊത്തത്തിൽ ഈ വാട്ടർ ടച്ച് ചെയ്യുന്ന ബോർഡർ ഉണ്ടല്ലോ, ആ ബോർഡർ മുകളിലേക്ക് ഉയരുന്നുണ്ട്. ബട്ട് മൊത്തം ലെവല് താഴ്ന്നു ചെയ്ത്. ഇനി നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇഫ് ദ ബേണിംഗ് അറ്റ് ദ റേറ്റ് 2 സെന്റിമീറ്റർ പെർ അവർ, 1 മണിക്കൂർ കഴിയുമ്പോൾ മൊത്തം 2 സെന്റിമീറ്റർ കുറയും. അപ്പൊ 10 ഉള്ളത് 8 ആവും. 10 ഉള്ളത് 8 ആകുമ്പോ എന്താ സംഭവിക്കുക? 4 മുകളിലും 4 താഴെയാണ്. എന്ന് വെച്ചാൽ മുകളിൽ 5 ഉണ്ടായിരുന്നു, ഇനി 4 ആവണം. മനസ്സിലാവണ്ട? അപ്പൊ മുകളിൽ നിന്ന് എന്താ ശരിക്കും സംഭവിക്കുന്നത്? ടോപ്പ് ലെവലിൽ നിന്ന് 1 സെന്റിമീറ്റർ താന്നു. മൊത്തം 2 താന്നു, പക്ഷെ ടോപ്പിൽ നിന്ന് 1 സെന്റിമീറ്റർ താന്നു. ആ താവുമ്പം തന്നെ സാധനം മൊത്തത്തിൽ മുകളിലേക്ക് പൊന്തണല്ലോ. ആ പോയിന്റ് മനസ്സിലാവണില്ലെങ്കിൽ, മനസ്സിലായത്? ഓക്കെ, ഒന്നുകൂടെ. 5 മുകളിൽ 5 താഴെ, മൊത്തത്തില് 1 മണിക്കൂർ കഴിയുമ്പോൾ 2 സെന്റിമീറ്റർ കുറഞ്ഞു. 2 സെന്റിമീറ്റർ കുറയുമ്പോൾ താഴെ 4 ആവണം, മുകളിലും 4 ആവണം. മുകളിൽ 4 ആവണമെങ്കിൽ 5ൽ നിന്ന് 1 സെന്റിമീറ്റർ താഴേക്ക് വരണം. അത് മതി നമ്മളെ ആൻസർ കിട്ടാൻ, അത് മതി. അപ്പൊ ആൻസർ എന്താ? ഫാൾ അറ്റ് ദ റേറ്റ് 1 സെന്റിമീറ്റർ പെർ അവർ. കാരണം ഒന്നുകൂടെ നോക്കേ, ഇഫ് ദ ബേണിംഗ് അറ്റ് ദ റേറ്റ് 2 സെന്റിമീറ്റർ പെർ അവർ, ദെൻ ടോപ്പ് ഓഫ് ദ കാൻഡിൽ വിൽ, ടോപ്പ് ഓഫ് ദ കാൻഡില് 1 സെന്റിമീറ്റർ ആണ് താഴെ. എന്നാൽ ഈ ബോർഡറിന് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എന്താ പറയാ, ഈ ബോർഡർ ആദ്യം ഉണ്ടായിരുന്ന ബോർഡർ മുകളിലേക്ക് പൊന്തും. അത് പൊന്തിയാലേ ഇവിടെയും 4 ആവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, മൊത്തത്തിൽ 2 താഴുമ്പോ ഇവിടുന്ന് 1 സെന്റിമീറ്റർ മേലേക്ക് പൊന്തും. ഓക്കെ, എന്നാലേ ഇവിടെ 4 ആവുള്ളൂ എന്ന്. ആ പോയിന്റിന് ഇവിടെ റെലവൻസ് ഇല്ല. ഇവിടെ ഈ പോയിന്റ് മനസ്സിലായാൽ തന്നെ മതി. ഞാൻ കൂടെ പറഞ്ഞു. ഓക്കെ,